നമ്മുടെ ജീവിതത്തിൽ ഒരു ചെങ്കടൽ വരുന്നതും, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വഴികളിൽ എരികോ വരുന്നതും, നമ്മൾ യോർദാന്റെ മുമ്പിൽ ദൈവം കൊണ്ടുവരുന്നതും എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മെ ചിലത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതിൽ വേറെ വഴി ഉണ്ടായിട്ടും ദൈവം അവരെ മരുഭൂമിയിൽ കൂടെ ചുറ്റി നടത്തി, അവരെ ഒന്ന് കോൺഫിഡന്റ് ആക്കാൻ വേണ്ടിയാണ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സാബു തോമസ് അവറുകളാണ്. കർത്താവിൻ്റെ ദാസനെ കുറിച്ച് ഒരു വാക്ക് എനിക്ക് പറയുന്നത് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം സുവിശേഷ വേല ചെയ്യുന്നതോടൊപ്പം തന്നെ ഇന്ന് ഉത്തർപ്രദേശിൽ ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അനേക ദൈവദാസന്മാർക്ക്, അനേക ദൈവസഭകൾക്ക് ഇന്ന് സാമൂഹ്യപരമായുള്ള പല പ്രശ്നങ്ങളുടെയും നടുവിൽ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെ പ്രിയ ദൈവദാസന് വേണ്ട വിധത്തിൽ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആശ്വാസകരമായ നിലയിൽ ദൈവരാജ്യത്തിനു വേണ്ടി മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുവാനും, അപ്പോൾ തന്നെ സോഷ്യൽ ആക്ടിവിറ്റികളിൽ വളരെ ഏറെ പ്രയോജനപ്പെടുവാനും ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതനായ ശക്തനായ ഒരു ദൈവദാസനാണ് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സാബു തോമസ് അവറുകൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യവും ജീവിതാനുഭവവും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും വളരെ അനുഗ്രഹമായിരിക്കും. കഴിയുന്നിടത്തോളം പ്രിയപ്പെട്ടവർ കേട്ട ശേഷം മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. അത് അവർക്ക് പ്രയോജനകരമായി തീരും. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാനും അനേകർക്ക് അനുഗ്രഹമായി തീരുവാനും ഇടയായിത്തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആകയാൽ നമുക്കെല്ലാവർക്കും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സാബു തോമസ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു പാസ്റ്റർ. യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം പാസ്റ്റർ ഡാനിയൽ ജോൺ. അതോടൊപ്പം തന്നെ അരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇതിനുവേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കിയ കർത്താവായ ദൈവത്തിന്, യേശു ക്രിസ്തുവിന് ഞങ്ങളെ ആദ്യമായിട്ട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ പാസ്റ്റർ ഡാനിയൽ ജോണ് ഇങ്ങനെയുള്ള ഒരു അവസരം എനിക്ക് തന്നതിനായിട്ട് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ദേവദാസനോടോ അരോമ ടിവിയിലുള്ള എല്ലാ ടീം മെമ്പേഴ്സിനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഉത്തർപ്രദേശിലെ തലസ്ഥാന നഗരിയായ ലക്നൌവിൽ നിന്നാണ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. 2009 മുതൽ കർത്താവിന്റെ പേരോടുള്ള ബന്ധത്തിന് ഞങ്ങൾ ഉത്തർപ്രദേശിൽ ലക്നൌവിലായിരിക്കുന്നു. എൻ്റെ വൈഫ് ബെൻസി സാബു. ഞങ്ങൾക്ക് 2 ആൺമക്കളെ ദൈവം ദാനമായി തന്നു. മൂത്ത മകൻ ഇമ്മാനുവേൽ സാബു തോമസ് ബയോളജി PSC തേർഡ് ഇയറിൽ പഠിക്കുന്നു. രണ്ടാമത്തെ നർഹനേൽ എസ് തോമസ്, അവന് ബിടെക്കില് സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നു. 10 വർഷം മുമ്പ് ഞങ്ങൾക്കൊരു പെൺപൈതലിനെ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ഓർഫനേജിൽ നിന്നൊരു മകളെ ഞങ്ങൾ ലീഗലായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നില്ല. ഒത്തിരി കോംപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ ഞങ്ങൾ മോളെ പോലെ വളർത്തുന്നോളൂ. +2 പഠനം കഴിഞ്ഞ് അവിടെ നഴ്സിംഗിന്റെ വേണ്ടി അഡ്മിഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടന്നു. അതാണ് ദാസൻ പറഞ്ഞതുപോലെ എൻ്റെ പേര് സാബു തോമസ് എന്നാണ്. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്ത് കറ്റാണത്താണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. ഞാനൊരു ഓർത്തഡോക്സ് യാക്കോബ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. അതൊരു ഭാഗ്യമായിട്ട് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഒരു ക്രിസ്തീയ കുടുംബത്തില് നാമധേയ ക്രിസ്തീയ ആണെങ്കിൽ പോലും അതൊരു ഭാഗ്യമാണെന്ന് 2009 എനിക്ക് മനസ്സിലായത്. കാരണം ബൈബിളിലുള്ള ഒരു ഭവനത്തിൽ യേശുക്രിസ്തുവിനെ പേരിന് വേണ്ടി ആരാധിക്കുന്നതാണെങ്കിൽ കൂടിയും യേശുക്രിസ്തു ഉള്ള ഒരു ഭവനത്തിൽ ക്രിസ്തീയ സ്തോത്രം നാമമുള്ള ഒരു പേരിന് അർഹനായി തീരുന്നവർക്ക് ഭാഗ്യമായെന്ന് മനസ്സിലായത് 2009 ഞങ്ങൾ ഉത്തർപ്രദേശിൽ വന്നപ്പോഴാണ്. ഞങ്ങളുടെ തലസ്ഥാനത്തു നിന്ന് ഒരു 30 കിലോമീറ്റർ അപ്പുറം കടന്നാൽ
തികച്ചും ഗ്രാമങ്ങളാണ്. ഇന്ന് സ്ഥിതി വ്യത്യാസമുണ്ട്. 15 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അടിസ്ഥാന വിദ്യാഭ്യാസമില്ല, വെള്ളവും വെളിച്ചമില്ല. ആ സ്തോത്രം. ആ അവര് 25 കിലോമീറ്ററിലുള്ള സിറ്റി പോലും കാണാത്ത അനേക ആയിരങ്ങളെ നമുക്ക് 25 കിലോമീറ്ററിന് അപ്പുറത്ത് കാണുവാനായിട്ട് സാധിക്കും. ഞങ്ങൾ അവിടെ കടന്നു പോകുമ്പോൾ എന്റെ ജനന പശ്ചാത്തലം ഞാൻ പറയാതിന് മുമ്പ് ഇതൊന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ എന്റെ ജനന പശ്ചാത്തലത്തിലേക്കും ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ചൊക്കെ പറയും. സ്തോത്രം. നമ്മുടെ കേരളത്തെ കുറിച്ച് ഇങ്ങനെയാണ് നമ്മൾ ഒരു ടൂറിസ്റ്റ് ക്യാപ്ഷൻ കേൾക്കുന്നത്, ഗോഡ്സ് ഓൺ കൺട്രി. അത് ദൈവമക്കൾ ആരും ഇട്ട പേരല്ല. ഗോഡ്സ് ഓൺ കൺട്രി എന്ന ഒരു ടൂറിസ്റ്റ് ക്യാപ്ഷൻ ആണ്. എനിക്കത് സത്യത്തില് ആ ഒരു പേരിന്റെ അനർത്ഥത അല്ലെങ്കിൽ ആ പേരിന്റെ ആ യാഥാർത്ഥ്യം ആണെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഞാൻ ഈ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ സ്തോത്രം ഒരു കുഞ്ഞിന് പോലും വിദ്യാഭ്യാസം കൊടുക്കുവാനുള്ള സ്തോത്രം അവർക്ക് അതിനുള്ള പൈസ ഇല്ലാത്തടത്ത് 12-15 കുഞ്ഞുങ്ങളാണ് ഓരോ ഫാമിലിയിൽ. അപ്പൊ ഞാൻ ഒരിക്കലും അവരുടെ മാതാപിതാക്കളോട് ചോദിച്ചു, എന്തിനാണ് ഇത്രയും കുഞ്ഞുങ്ങളെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ ഖേത്തിൽ ഞങ്ങളുടെ വയലിൽ ജോലി ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് ആളെ ആവശ്യമുണ്ട്. അങ്ങനെ അത്ര ബുദ്ധിപരമായിട്ടും വളരെ എല്ലാ തരത്തിലും പിന്നോക്കം നിൽക്കുന്ന ഗ്രാമങ്ങളെ നോക്കിയപ്പോൾ ഞാൻ കേരളത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ കേരളം -50 years ആണ് ഇപ്പോൾ UP-യിലെയും ബീഹാറിലെയും ഗ്രാമങ്ങൾ. നിശ്ചയമായിട്ടും നമ്മുടെ കേരളത്തെ ദൈവം ഒത്തിരി, കേരളത്തിലെ ദൈവമക്കളെയൊക്കെ ദൈവജനത്തെയൊക്കെ ദൈവം ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ടാണ് 200 വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം മിഷണറിമാരെ ഹല്ലേലൂയ സ്തോത്രം കേരളത്തിലേക്ക് ദൈവം അയച്ചത്. നമ്മുടെ കോട്ടയത്ത് ബേക്കർ ജംഗ്ഷനിൽ, പണ്ടൊക്കെ ബേക്കർ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ബേക്കറികളുള്ള ജംഗ്ഷൻ എന്നാണ് ഞാനൊക്കെ ചിന്തിച്ചിരുന്നത്. എന്നാൽ അതിന് ബേക്കർ സാഹിബ് വന്ന് അവിടെ സ്കൂളുകളെ കോളേജുകൾ സ്ഥാപിച്ചു. നമ്മുടെ കൊച്ചു കേരളത്തിൽ അച്ചടി ശാലകൾ സ്ഥാപിച്ചു. നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യമായിട്ട് അച്ചടിശാല സ്ഥാപിച്ചത് തമിഴ്നാട്ടിലാണ്. ഒരു ഡച്ച് മിഷണറിമാർ, ഡെൻമാർക്കിലെ രാജാവ് തമിഴ്നാട്ടിലെ കപ്പൽ മാർഗം ആദ്യമായിട്ട് ബൈബിൾ അടിക്കാൻ വേണ്ടി, ഇന്ത്യയിലെ ഏതെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള ഇന്നത്തെ അത്യാധുനികതയുടെ എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെങ്കിൽ സ്വതന്ത്രം നമുക്കറിയാം, ഒരു ദേശത്തിലെ ആധുനികതയ്ക്ക് കാരണം അവിടുത്തെ മീഡിയ ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു പ്രിന്റിംഗ് പ്രസ് സ്ഥാപിച്ചത് വിശുദ്ധ വേദപുസ്തകം അടിക്കാനാണെന്ന് സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മുടെ കേരളത്തെ നമുക്കറിയാം, കേരളത്തിലുള്ള മിഷണറിമാർ ഇന്ത്യയിലെ ഒത്തിരി സ്ഥലങ്ങളിൽ കടന്നുപോയി മിഷൻ പ്രവർത്തനങ്ങളെ സ്ഥാപിക്കുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ആ കേരളത്തിൽ അങ്ങനെയെങ്കിൽ ഈ മലയാളത്തിൽ എനിക്ക് സംസാരിപ്പാൻ, മലയാളികളോട് എനിക്ക് എന്റെ അനുഭവങ്ങൾ പറയാൻ ലഭിച്ച ഭാഗ്യപദവികളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, യാക്കോബ് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. യേശുവുമായിട്ട് ബന്ധമൊന്നുമില്ല. ആ ഒരു ഇടത്തരം കുടുംബത്തിലാണ്. എന്റെ പിതാവ് ബിസിനസ് ഉണ്ട്, ഞങ്ങൾക്ക് കടയുണ്ട്, ബുദ്ധിമുട്ടുകളൊന്നും ഭവനത്തിലില്ല. കഴിക്കാനും കുടിക്കാനും ഒന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. വളരെ സുരക്ഷിതമായിട്ട് വളരെ നന്നായിട്ട് ജീവിക്കുന്ന ബാല്യകാലമാണ് എനിക്കുള്ളത്. ഞാൻ നല്ല പഠനത്തിലും ഒന്നാമനായിരുന്നു. പക്ഷെ എന്റെ പിതാവ് അല്പമായി മദ്യപിക്കുന്ന മനുഷ്യനായിരുന്നു. അതുകൊണ്ട് അതിൻ്റെതായ തിക്താനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തില് ചെറുപ്രായം മുതലേ മദ്യപാനത്തോടും പുകവലിയോടുമുള്ള എതിരായിട്ടുള്ള ചെറുപ്രായത്തിലെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം ഓപ്പോസിറ്റ് എന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി. ഞാൻ നല്ല മാർക്കോടെ 10ാം ക്ലാസ് പാസ്സായി. അതിനുശേഷം പ്രീ ഡിഗ്രിക്ക് ബിഷപ്പൂർ കോളേജിലെ ഞാൻ പഠിക്കുവാനിടയായി. ബിഷപ്പൂർ കോളേജിലെ പഠിക്കാൻ വന്നപ്പോൾ എന്റെ ജീവിതത്തിലെ താളപ്പിഴകൾ അവിടെ നിന്ന് തുടങ്ങുവാനിടയായി. എന്റെ പിതാവ് മദ്യപാനിയാണെങ്കിലും 4 മണിക്ക് എഴുന്നേറ്റ് ഓർത്തഡോക്സ് രീതിയിലെ പാട്ടൊക്കെ പാടി. ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് എന്റെ പപ്പ മനമേ പക്ഷിഗണങ്ങള് അതൊക്കെ കേട്ടാണ് ഞാൻ എണ്ണിക്കുന്നത്. അങ്ങനെ ഞങ്ങളെ എണ്ണിപ്പിച്ച് പഠിക്കും. വൈകിട്ടത്തെ സന്ധ്യാപ്രാർത്ഥന എല്ലാം സിസ്റ്റമാറ്റിക്, പള്ളി രീതിയിലുള്ള എല്ലാ സിസ്റ്റമാറ്റിക്കും എന്റെ ഭവനത്തിലെ ഞാനത് ജനിച്ചു വളർന്നു. പക്ഷെ ഞാനിങ്ങനെ ചിന്തിച്ചു, യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമെന്നാണ് ഞാൻ ചിന്തിച്ചത്. മുസ്ലിങ്ങൾക്ക് അവരുടെ ദൈവം, ഹിന്ദുക്കൾക്ക് ഒത്തിരി ദൈവങ്ങൾ, അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു എനിക്ക് ചെറുപ്പം മുതലേ ഉള്ളത്. അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ആ ദേശത്തുള്ള ഒരു സിനിമ പോലും വിടാതെ എല്ലാ സിനിമയും കാണുവാനിടയായി. അതുകൊണ്ട് എന്റെ വിദ്യാഭ്യാസത്തിന് അല്പമായി എനിക്ക് പിന്നോക്കം പോകേണ്ടി വന്നു. ഞാൻ കഷ്ടിച്ച് ജയിക്കുവാനിടയായി. എന്നാലും ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് പറയാം. ഞാൻ ദൈവത്തോട് കൂടെ ഇല്ലെങ്കിലും ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പോളിടെക്നിക്ക് പഠിക്കുവാനായിട്ട് കോട്ടയത്ത് കടന്നുപോയി. പിന്നെയും ഓരോ ഇങ്ങനെ പറയുന്ന ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു എന്ന് ദൈവത്തിന് വേദപുസ്തകത്തിൽ നമുക്ക് കണ്ടിട്ട് സാധിക്കും. എന്നാൽ ഞാൻ വളരും തോറും പിശാചിനും അവന്റെ കൂട്ടുകാർക്കും പ്രിയനായി തീരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ പോളിടെക്നിക്ക് പോയപ്പോൾ അവിടെ കഞ്ചാവിനും കള്ളും കുടിക്കുവാൻ തുടങ്ങി. അതിനുശേഷം 97-ൽ തന്നെ എനിക്ക് നല്ല മാർക്കോടെ പോളിടെക്നിക്ക് പാസ്സായതിനു ശേഷം ഇലക്ട്രോണിക്സ് ഡിപ്ലോമ ആയിരുന്നു ഞാൻ ചെയ്തത്. ഞാൻ ബോംബെയിൽ പോയി. എനിക്ക് ജോലി ഉടൻ ലഭിച്ചു. ബോംബെയിൽ പോയപ്പോൾ വീണ്ടും വളരും തോറും ഓരോരോ പാൻ പരാഗ് ചീട്ടുകളി അങ്ങനെ ഓരോരോ സ്വഭാവങ്ങളിൽ ഞാൻ അടിമപ്പെട്ടുകൊണ്ടേയിരുന്നു.
97 എന്റെ മാതാപിതാക്കൾക്ക് അമേരിക്കയിൽ പോകാനുള്ള ഇമിഗ്രേഷൻ ക്ലിയർ ആയി. അങ്ങനെ അവർ കടന്നു പോകാനിടയായി. എന്റെ സഹോദരയുടെ വിവാഹം കഴിഞ്ഞ ഭവനത്തിൽ വേറെ ആരുമില്ല. ഒരു വർഷത്തിന് ശേഷം എന്റെ പപ്പ എന്നോട് വിളിച്ചു പറഞ്ഞു, നാട്ടിൽ പോകണം, വീട്ടിലെ സ്ഥലങ്ങളുണ്ട്, കടകളുണ്ട്, അതൊക്കെ നോക്കണം. അങ്ങനെ ഞാൻ 99 വീണ്ടും കേരളത്തിലേക്ക് കടന്നു വന്നു. ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്നത്. എനിക്ക് കാറും ബൈക്കും ധാരാളം പണമൊക്കെ ലഭിക്കാനിടയായി. ഒരു യൗവനക്കാരൻ്റെ ഇത്രയും ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അങ്ങനെ ഞാനൊരു നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞൊരു അടിച്ചുപൊളി ജീവിതം ഞാൻ അവിടെ തുടങ്ങി. ഒത്തിരി കൂട്ടുകാരുണ്ട്. അപ്പൊ ഇതറിഞ്ഞുകൊണ്ട് എന്റെ മമ്മിയുടെ അമ്മ, എന്റെ വല്യമ്മച്ചി ചാരുമൂടാണ് താമസിക്കുന്നത്. ഇതറിഞ്ഞുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കേണ്ടതെന്ന് അമ്മച്ചി എന്റെ കൂടെ വന്ന് താമസിക്കാനിടയായി. എന്നാൽ അതൊന്നും എന്റെ സ്വകാര്യതയ്ക്കൊന്നും തടസ്സമില്ല. ഞാൻ ഇങ്ങനെ കൂട്ടുകെട്ടി ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ കൂടുതലായിട്ട് ആ ഭാഗത്തെ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചുരുക്കത്തിൽ ഒരു കുത്തഴിഞ്ഞ പുസ്തകം പോലെ ഞാനിങ്ങനെ സഞ്ചരിക്കുകയാണ്. എറണാകുളം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ടൂറൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ 2000 എന്റെ മാതാവ് അമേരിക്കയിൽ നിന്ന് കടന്നു വന്നു. നാട്ടിലെല്ലാം കൂട്ടുകാരായതുകൊണ്ട് എന്നെ എറണാകുളത്തിൽ വീടെടുത്ത് എന്റെ വീട്ടിലെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ലോറിയിൽ കൊണ്ടുപോയി എന്നെ അവിടെ താമസിപ്പിച്ചു. സ്തോത്രം. അവിടെ താമസിച്ചു. നമുക്കറിയാം, ലോകപ്രകാരം ജീവിക്കുന്നവർക്ക് എവിടെയും കൂട്ടുകാരെ ലഭിക്കും. അവിടെ എന്റെ ടീച്ചേഴ്സ് എന്നെ അമേരിക്കയിൽ പോകാൻ വേണ്ടി ഇ കൊമേഴ്സ്, നെറ്റ്വർക്ക്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾക്ക് എന്നെ ചേർത്തു. ഞാൻ എറണാകുളത്ത് താമസിച്ചു. അത് പഠിച്ചുകൊണ്ട് കോഴ്സ് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ എന്റെ ടീച്ചേഴ്സ് ആയിരുന്നു എന്റെ കൂട്ടുകാര്. ഞങ്ങളിങ്ങനെ അങ്ങനെ ഒരു പ്രത്യേകമായ നിലവാരത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്റെ നടുവിന് ഭയങ്കരമായ വേദന. എനിക്ക് വണ്ടി ഓടിക്കാൻ, ബൈക്ക് ഓടിക്കാൻ വയ്യ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെയുള്ള ഹോസ്പിറ്റലിലൊക്കെയും പോയി ടെസ്റ്റ് ചെയ്തു. എല്ലാ ഹോസ്പിറ്റലിലും ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് രോഗങ്ങളൊന്നുമില്ല, പക്ഷെ എന്റെ വേദനകൾ മാറുന്നില്ല. അങ്ങനെ ഞാൻ ഒരിക്കല് എറണാകുളം മെഡിക്കൽ ടെസ്റ്റിൽ പോയി ഫുൾ ബോഡി സ്കാനൊക്കെ നടത്തി. അവർ കുറെ മരുന്നുകളൊക്കെ തന്നു. ഞാൻ എന്റെ 5 കൂട്ടുകാർ ഞങ്ങൾ ഒരുമിച്ച് വീടെടുത്ത് താമസിക്കാണ് ആസാദ് റോഡ്, എറണാകുളം ആസാദ് റോഡില്. ഞാൻ അങ്ങനെ 5 ദിവസമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കള്ളൊന്നും കുടിക്കാതെ ആ സമയത്ത് മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ഞാൻ ആ രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ ഭവനത്തിലെ പാസ്റ്റർ സാബു ലൂയിസ്, അദ്ദേഹം ഒരു മ്യൂസീഷ്യനാണ്, അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട ദേവദാസനാണ്. അദ്ദേഹം ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നു. അപ്പോൾ എനിക്ക് ചെറുപ്പം മുതലേ പെന്റക്കോസ്റ്റലിസം അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് ആരാണെന്ന് എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അച്ഛന്മാരെ മാത്രമേ ഉള്ളൂ. ഞാൻ പള്ളിയിലെ മധുവായിലെ ശുശ്രൂഷക്കാരനായിട്ടൊക്കെ സ്തോത്രം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. എനിക്ക് പള്ളിയിൽ അച്ഛന്മാരെ ഭയങ്കര ബഹുമാനമാണ്. അങ്ങനെ ഈ ദേവദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നു. എന്റെ കൂട്ടുകാരന്റെ കസിനാണ് അദ്ദേഹം. അങ്ങനെ ഞങ്ങളുടെ ഭവനത്തിൽ അദ്ദേഹം വന്ന് അവിടെ താമസിച്ചു. അദ്ദേഹത്തിന്റെ ഒരു മ്യൂസിക്, അദ്ദേഹത്തിന്റെ ഒരു കാസറ്റ്, അന്ന് CD ഇല്ല, കാസറ്റ് ആണ്. അന്ന് കാസറ്റ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടെ കടന്നത്. നമുക്കറിയാം, ഒരു ദേവദാസൻ ഒരു പാപിയായ മനുഷ്യനെ കാണുമ്പോൾ എങ്ങനെ അവനെ രക്ഷിക്കാം, നശിച്ചു പോകുന്ന ലോകത്തിൽ നിന്ന് അവനെ എങ്ങനെ രക്ഷിക്കാമെന്നാണോ എനിക്ക് തോന്നുന്നത്. വൈകിട്ട് മുതൽ അദ്ദേഹം എന്നെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി സ്വീകരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം എന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അങ്ങനെ ഞങ്ങള് വൈകിട്ട് സ്തോത്രം, ഞങ്ങൾ 3 ക്രിസ്ത്യാനികളുണ്ട്, ബാക്കിയെല്ലാം ഹിന്ദുക്കളായ കൂട്ടുകാരാണ്. അപ്പൊ 2 ക്രിസ്ത്യാനികൾ, ഞാൻ ഉൾപ്പെടെ 3 ക്രിസ്ത്യാനികളാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ ദേവദാസൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ദേവദാസന് ഞങ്ങൾക്ക് പായുണ്ട്. ഞാൻ പറയട്ടെ, എന്റെ ബൈബിളൊക്കെ ഉണ്ട്. ഞാൻ ബൈബിളൊന്നും അങ്ങനെ വായിക്കാറില്ല. ചെറുപ്പത്തിൽ എന്റെ മമ്മി ബൈബിൾ വായിച്ചില്ലെങ്കിൽ സ്തോത്രം എനിക്ക് ചോറ് തരത്തില്ലായിരുന്നു. എന്റെ മമ്മി ഇപ്പോൾ ഇല്ല. 2004 എന്റെ മമ്മി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, എന്റെ മമ്മി എപ്പോഴും എന്നെ വിളിച്ച് വചനം പറയും. സൺഡേ സ്കൂളിൽ വിടാനുള്ള ഉത്സാഹം നടത്തും. എന്നോട് എപ്പോഴും പറയും, നീ ഒരു ദൈവദാസനായി തീരണം. മമ്മിക്ക് ഞങ്ങളുടെ ഓർത്തഡോക്സിലെ ഒരു സുവിശേഷകരുണ്ട്, നീ ഒരു സുവിശേഷകനായി തീരണം. എന്നെ പ്രസംഗിപ്പിക്കാനൊക്കെ ഭയങ്കര ഉത്സാഹമായിരുന്നു. മമ്മിയുടെ അന്നത്തെ ഉള്ള ആത്മീയമായിട്ടുള്ള അറിവ് വെച്ചിട്ട് എന്നെ ഒത്തിരി ഉത്സാഹപ്പെടുത്തുമായിരുന്നു. എനിവേ, അങ്ങനെ എന്റെ ബൈബിൾ ഉണ്ടായിരുന്നു. പാസ്റ്റർ സാബു എന്നോട് പറഞ്ഞു, മോനെ ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഞാൻ പെട്ടിയിൽ നിന്ന് ബൈബിളൊക്കെ എടുത്തോണ്ട് വന്നു. ഞങ്ങള് അവിടെ ഇരുന്നു, ഒരു പാട്ട് പാടി പ്രാർത്ഥിച്ചു. അങ്ങനെ പാട്ടുപാടി പ്രാർത്ഥിച്ചു. ആദ്യമായിട്ടാണ് അങ്ങനെ ആത്മീയ കൂട്ടായ്മയിൽ, ആത്മീയ ബന്ധത്തിൽ ഞാൻ ഇരിക്കുന്നത്. അല്ലാതെ ഓർത്തഡോക്സ് കൂട്ടായ്മയിൽ ഞാൻ നേരത്തെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ബൈബിൾ എടുത്തിട്ട് അങ്ങനെ ഏലിയാവ് പറഞ്ഞതുപോലെ വിധവ ചെയ്തു, അവന് അടവ് കൊടുത്തു. ആ ഒരു ഭാഗം വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോനെ, ഈ ഏലിയാവിന് ആ വിധവയും മകനും അന്ന് മരിക്കേണ്ടതായിരുന്നു. ആ വിധവയുടെ അടുത്തേക്ക്
ദൈവം ഏലിയാവിനെ അയച്ചതുപോലെ നീ ഇന്ന് ദൈവത്തിന്റെ വചനം അനുസരിക്കുകയാണെങ്കിൽ നിന്നെ അനേക സ്തോത്രം ആത്മഹത്യ ചിന്തിക്കുന്ന അനേക ഭവനങ്ങളിലേക്ക് നിന്നെ അയക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വിധവ ആരാണ്? ഞാൻ പള്ളിയിൽ ഇങ്ങനെ സ്തോത്രം പള്ളിയിൽ ഇങ്ങനെ മധുവായിൽ ഇങ്ങനെ എവൻഗോലിയൻ വായിക്കും. നമ്മൾ ഓർത്തഡോക്സുകാർക്ക് അറിയാം. ഇങ്ങനെ ഇങ്ങനെ വായിക്കും, പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിനായി വായിക്കുമ്പോൾ, അപ്പോൾ ഈ പാവം ക്രിസ്ത്യാനി എനിക്ക് പൗലോസ് ആരാണെന്നോ കൊരിന്ത്യർ ആരാണെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല. ഞാനിങ്ങനെ വായിക്കുന്ന മനുഷ്യൻ. അപ്പോൾ ഈ ദേവദാസൻ എന്നോട് പറഞ്ഞു, നിന്നെ സ്തോത്രം ഈ ഏലിയാവിനെ അയച്ചതുപോലെ. അപ്പൊ ഏലിയാവ് ആരാണെന്നോ വിധവ ആരാണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. എനിവേ നമുക്കറിയാം കർത്താവിന്റെ വചനം ജീവനുള്ളതാണ്. ആ വചനം എന്നെ ടച്ച് ചെയ്തു. എനിക്കറിയത്തില്ല ടച്ച് ചെയ്തതെന്ന്, എനിക്ക് അന്നേരം ഒന്നും മനസ്സിലായില്ല. പക്ഷെ എന്റെ ഹൃദയത്തിലേക്ക് സ്തോത്രം ആ ഇരുവായത്തിലുള്ള ആ വചനം എന്റെ ഹൃദയത്തിലേക്ക് ആഴമായിട്ട് ഇറങ്ങുവാനിടയായതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. എനിക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ ആഹാരം കഴിക്കാൻ പോയി. ആഹാരം കഴിച്ചു. അപ്പൊ ഞങ്ങള് ബാച്ചിലേഴ്സ് ആണ് ആഹാരം ഉണ്ടാക്കുന്നത്, ഞങ്ങൾ തന്നെ കൂട്ടുകാർ. അപ്പൊ ഓരോരുത്തരുടെ ഊഴം, അന്ന് പാത്രം കഴുകേണ്ട ഊഴം എന്റേതാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം 2-3 മുറികളുണ്ട്. എന്റെ കൂടെ 2 പേരാണ് ഞാൻ എന്റെ മുറിയിൽ. ദേവദാസൻ വേറൊരു മുറിയിലാണെന്ന് തോന്നുന്നു, എനിക്ക് അത്ര ഓർമ്മയില്ല. 2001 കാര്യമാണ്. അങ്ങനെ എല്ലാവരും കയറി ഉറങ്ങി. ഞാൻ എന്റെ പാത്രങ്ങൾ കിച്ചണില് എല്ലാം വൃത്തിയാക്കിയതിനു ശേഷം കിച്ചണിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ഹോളാണ് ഞങ്ങളുടെ കിച്ചണിന്റെ വാറയ്ക്കൽ. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലാണ് മുറികൾ. അപ്പൊ ഞാനിങ്ങനെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ പാസ്റ്റർ അവിടെ നിന്ന് എനിക്കൊന്ന് 10-11 മണിയായെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു സൈഡിൽ ഇരുന്ന് ബൈബിൾ വായിക്കുക. അപ്പോൾ ഞാൻ എങ്ങനെ അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്നെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം എന്നെ അടുത്ത് വിളിച്ചു. ബാക്കി എല്ലാവരും ഉറങ്ങിയിരുന്നു. അവരോട് വെച്ച് മോനെ ബൈബിൾ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ബൈബിൾ എടുത്തുകൊണ്ട് വന്നു. താങ്കൾ ഒരു ക്രിസ്ത്യാനിയാണോ എന്ന് ആദ്യമായി ചോദിച്ചു. ഞാൻ പറഞ്ഞു നിശ്ചയമായിട്ടും എന്റെ മാതാപിതാക്കൾ ക്രിസ്ത്യാനിയാണ്, എന്റെ പള്ളിയിൽ പേരുണ്ട്, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, മാതാപിതാക്കൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഒരിക്കലും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞത്, ഇപ്പോഴും എനിക്ക് 20 വർഷമായി, 24 വർഷമായി. അദ്ദേഹം ഇപ്പോഴും ഉദാഹരണം എന്നോട് ചോദിച്ചു, മാതാപിതാക്കൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഡോക്ടേഴ്സ് ആകുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളിങ്ങനെ ബുദ്ധിപരമായിട്ട് അല്ല പാസ്റ്ററെ, പിന്നെ ഡോക്ടേഴ്സ് ആകാം, എഞ്ചിനീയേഴ്സ് ആകാം, അങ്ങനെ പലതാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, അങ്ങനെയല്ല മോനെ, മാതാപിതാക്കൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഡോക്ടേഴ്സ് ആവാനുള്ള സാധ്യത ഏറെയാണ്. പക്ഷെ എഞ്ചിനീയേഴ്സ് ആകാം, അക്കൗണ്ടന്റ് ആകാം, ഇനി ഏത് മേഖലയിൽ വേണമെങ്കിലും പോകാം. അതുപോലെ മാതാപിതാക്കൾ ക്രിസ്ത്യാനികളാണെങ്കിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ക്രിസ്ത്യാനിയാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെ ബൈബിള് പഠനം, പ്രാർത്ഥനയൊക്കെ ഉള്ളത് കൊണ്ട് ക്രിസ്ത്യാനി ആകാനുള്ള സാധ്യതയുണ്ട്. ക്രിസ്ത്യാനി ആകുന്നത് വ്യക്തിപരമായിട്ട് യേശുവായിട്ടുള്ള ബന്ധമാണ്. അവിടെ മുതൽ അദ്ദേഹം എന്നോട് സുവിശേഷം പറഞ്ഞു. യേശു ക്രിസ്തു ആരാണ്? യേശു ക്രിസ്തു എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത്? യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ആരാണ്? എന്താണ് സുവിശേഷം? രക്ഷ. അങ്ങനെ എന്റെ കയ്യിലിരുന്ന ബൈബിളില് അദ്ദേഹം ആദ്യമായിട്ട് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ആദ്യമായിട്ട് അദ്ദേഹം എന്നോട് സ്നാനത്തെ കുറിച്ച് 24 റെഫറൻസ്, സ്നാനം, യേശുക്രിസ്തു സ്നാനപ്പെട്ടത്, ശിഷ്യന്മാർ സ്നാനപ്പെടുത്തിയത്, അങ്ങനെ 24 റെഫറൻസ് ആദ്യമായിട്ട് എന്റെ ബൈബിളിൽ അദ്ദേഹം സ്നാനത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ ഒന്നും എതിര് പറയാൻ എന്റെ കർത്താവ് അനുവദിച്ചില്ല. ദൈവം ഇങ്ങനെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയുടെ 16-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നു, ലുദിയയുടെ ഹൃദയം ദൈവം തുറന്നു. ഞാൻ നിശ്ചയമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ അദ്ദേഹത്തോട് എതിര് പറയാതിരുന്നതിന്റെ കാരണം എന്റെ ബുദ്ധിയോ എന്റെ ജ്ഞാനമോ ഒന്നുമല്ല. ദൈവം എന്റെ ഹൃദയം തുറന്നു. ദൈവം എന്നെ കണ്ടതുകൊണ്ടാണ്. ഞാനൊരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തില്, എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തില് ആമേൻ നാം കാണുന്നു, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആമേൻ ലോകത്തിലെ ജനിക്കപ്പെട്ട എല്ലാവരെയും ദൈവം നേരത്തെ അറിഞ്ഞു. സ്തോത്രം. ദൈവം നമ്മെ സൽപ്രവർത്തികൾക്കായിട്ട് ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു എന്നാണ് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ. ദൈവത്തിന്റെ അത് ഇപ്പോഴ് നമ്മൾ ജനിച്ചതിന് ശേഷം ദൈവം നമുക്ക് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കിയതല്ല, കാലങ്ങൾക്ക് മുമ്പേ. സ്തോത്രം. ആ ഒരു പ്രവർത്തികൾക്കായിട്ട് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, അനേക ദൈവദാസന്മാർ മരണപ്പെടുന്നു ആക്സിഡന്റില്. ഈ വചനത്തിന്റെ അടിസ്ഥാനം നമുക്ക് പറയാനായിട്ട് സാധിക്കും, ദൈവം നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവദാസന്മാർക്ക് വേണ്ടി സ്തോത്രം ചെയ്യേണ്ടതായ പ്രവർത്തികൾ, സൽപ്രവർത്തികൾ ചെയ്തു പിശാചിനൊരു
ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നത് പിശാചിന് ഒരിക്കലും മനുഷ്യന്റെ ജീവൻ എടുക്കുവാനായിട്ട് സാധിക്കത്തില്ല. ദൈവം അവരെ കൊണ്ട് ചെയ്യേണ്ട പ്രവർത്തികൾ ചെയ്തതിന് ശേഷമാണ് ദൈവം അവരെ തന്റെ അടുക്കലേക്ക് സ്തോത്രം വിളിക്കുന്നത്. അങ്ങനെ അങ്ങനെ ഒരു വാക്യം, അല്ലെങ്കിൽ ദൈവം എന്നെ ചില പ്രവർത്തികൾ ചെയ്യാനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചതെന്നുള്ള ആ ഒരു ആമേൻ സ്തോത്രം വചനം ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പർപ്പസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ മിണ്ടാതെ ഇരുന്നിട്ട് സ്തോത്രം ആ ദൈവദാസൻ പറഞ്ഞതെല്ലാം ഏകദേശം 2 മണിയോട് അടുത്തു. ഞാൻ ധാരധാരയായിട്ട് കണ്ണുനീരോട് കരയാൻ തുടങ്ങി. യഥാർത്ഥമായ മാനസാന്തരം സ്തോത്രം ദൈവം എനിക്ക് തന്നു. ദൈവം എന്റെ ഹൃദയത്തെ തുറന്നു. അപ്പോൾ എന്റെ രോഗവിവരത്തെ കുറിച്ചൊക്കെ ഞാൻ ആ സമയത്ത് ദൈവദാസനോട് ഷെയർ ചെയ്തിരുന്നു. 2 മണിക്കും നിറകണ്ണുകളോട് ഞാൻ ഒരു പാപിയാണ് കർത്താവ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവദാസൻ എന്റെ നടുവിനെ കൈവച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ സഹോദരൻ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. എനിക്കറിയത്തില്ലായിരുന്നു ദൈവവചനത്തിലെ മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിന്റെ 15 മുതൽ വായിക്കുമ്പോൾ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. ഈ വചനം എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ അറിയാഞ്ഞിട്ട് പോലും ദൈവം എനിക്ക് അന്നേരം സൗഖ്യം തന്നു. ഞാനത് അറിഞ്ഞില്ല. അപ്പൊ ദൈവദാസനെ പ്രാർത്ഥിച്ച ശേഷം ഞാൻ പോയി കിടന്നുറങ്ങി. രാവിലെ 6 മണിക്ക് ഞങ്ങളെല്ലാവരും എഴുന്നേറ്റു. എന്റെ കൂട്ടുകാര് ഇപ്പോൾ അദ്ദേഹം ന്യൂസിലൻഡിലാണ്, ഷിബു ആണ് എനിക്ക് വേണ്ടി എന്റെ നടുവിന് ചൂട് വെച്ചിട്ട് അദ്ദേഹമാണ് എനിക്ക് ക്രീം എല്ലാം വരട്ടിത്തരും രാവിലെ വൈകിട്ടും. അപ്പൊ അദ്ദേഹം ഷിബു രാവിലെ സാബു എനിക്ക് മരുന്ന് വരട്ട അവസ്ഥ പറഞ്ഞു. അപ്പൊ ഞാൻ രാവിലെ കണ്ണു തുറന്നപ്പോൾ എനിക്ക് വേദനയില്ല. അപ്പോഴും എനിക്ക് അറിയത്തില്ല ദൈവദാസൻ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടാണ് എനിക്ക് അപ്പം വേദനയില്ലാഞ്ഞപ്പോ പിന്നെ എനിക്ക് ഓർമ്മ വന്നു, ദൈവദാസൻ രാത്രി പ്രാർത്ഥിച്ചല്ലോ. അപ്പൊ ഷിബു വേണ്ട, ഇതിപ്പം വേണ്ട, വൈകിട്ട്. അപ്പൊ ഞാൻ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് മരുന്ന് വന്നേരം എടുത്തില്ല. വൈകിട്ടും സ്തോത്രം മരുന്ന് കഴിച്ചില്ല. അങ്ങനെ 2-3 ദിവസം വരെ മരുന്ന് കഴിച്ചില്ല, ഭാവം വരട്ടാതെ ദൈവം എന്നെ. അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവം എന്നെ സൗഖ്യമാക്കിയത്. അതിനുശേഷം സൺഡേയിൽ അദ്ദേഹം കളമശ്ശേരിയുടെ അടുത്തുള്ള പാതാളം എന്ന സ്ഥലത്തെ ഇൻഡസ്ട്രിയിൽ അവിടെ ഒരു മലങ്കര ക്രിസ്ത്യൻ ചർച്ചിലെ പാസ്റ്ററാണ് അദ്ദേഹം മൂവാറ്റുപുഴയാണ് താമസിക്കുന്നത്. ആ സൺഡേയില് അദ്ദേഹം ആരാധന നടത്താനായിട്ട് പ്രഭാതത്തിൽ അവിടെ വന്നപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ ആദ്യമായിട്ടൊരു പെന്തക്കോസ്റ്റൽ ആരാധനയ്ക്ക് അവിടെ കടന്നുപോയി. എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തി. എന്നോട് പറഞ്ഞു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. എനിക്ക് സാക്ഷ്യം പറയാനൊന്നും അറിയത്തില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. സ്തോത്രം. എന്നാൽ അന്ന് മുതല് സ്തോത്രം എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തുവാനിടയായി. എന്റെ പാപ സ്വഭാവങ്ങൾ അന്ന് മുതലല്ല, എന്നെ ദൈവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ നിമിഷം മുതൽ എന്റെ പാപ സ്വഭാവങ്ങൾ, എന്റെ എല്ലാവിധമായ കൂട്ടുകെട്ടും എല്ലാം ഞാൻ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ ഉപേക്ഷിപ്പാൻ ഇടയായി. എന്നാൽ അതിനുശേഷം അനേക കൂട്ടായ്മകൾ, അതിനുശേഷം ഈ എറണാകുളത്തുള്ള ബ്രദറൻ ചർച്ച, എനിക്കറിയത്തില്ലായിരുന്നു ബ്രദർ കൊസൽ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഒരു ചർച്ചിലുള്ള സഹോദരന്മാരുമായിട്ട് പരിചയപ്പെടുവാനിടയായി. അതെന്റെ ജീവിതത്തിലൊരു വളർച്ചയ്ക്ക് കാരണമായി. കാരണം ഈ ദേവദാസന്മാര് രാവിലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ 6 മണിയാകുമ്പോൾ ഈ പ്രദേശം വരുവാനായിട്ട് പ്രാർത്ഥിക്കാൻ എനിക്ക് ബൈബിൾ പഠിപ്പിച്ചു തരുമായിരുന്നു. അങ്ങനെ എനിക്ക് ഹോംവർക്ക് തന്നു. ഹോംവർക്ക് എന്നിട്ട് പറഞ്ഞു എല്ലാ ദിവസവും 3 ചാപ്റ്റേഴ്സ് ന്യൂ ടെസ്റ്റ്മെന്റ് വായിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോംവർക്ക് ചെയ്യാൻ മീൻസ് ബൈബിൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ അപ്പൊ എന്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഞാൻ രാവിലെ വൈകിട്ട് ക്ലാസ്സിന് പോകുന്നുണ്ട്. ഈവനിങ് ക്ലാസ് ഉണ്ട്, എനിക്ക് മോർണിംഗിൽ ക്ലാസ് ഉണ്ട്. ഞാൻ മൊത്തത്തിൽ എന്റെ പഠനമെല്ലാം ഉഴപ്പിയിരിക്കുകയായിരുന്നു. പഠനമെല്ലാം ഒരു സ്റ്റഡിയായി നല്ലപോലെ പഠിച്ച ആ ഒരു നല്ല രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ബൈബിൾ വായിച്ച അപ്പോസ്തല പ്രവൃത്തികൾ പകുതിയായപ്പോൾ ഞാൻ കരയാൻ തുടങ്ങി. അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചപ്പോൾ കരയാൻ തുടങ്ങിയത് കാരണം യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര് സ്തോത്രം അവരൊക്കെ മുക്കുവരായിരുന്നു. ചിലർ പല കാറ്റഗറികൾ ഉണ്ടായിരുന്നു. അവരൊക്കെയും യേശു വിളിച്ചതിന് ശേഷം അവരുടേതായ അനുഗ്രഹങ്ങളും അവരുടേതായ ബിസിനസ്സുകളും ജോലികളും എല്ലാം ഉപേക്ഷിച്ചു. അപ്പോൾ അന്നേരം മുതൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, സ്തോത്രം, ഒരു ദൈവദാസൻ എന്റെ ഭവനത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാനും നരകത്തിൽ പോകേണ്ട മനുഷ്യനായിരുന്നല്ലോ. അപ്പോൾ ഈ സ്തോത്രം പാപികളോട് ഈ സുവിശേഷം പറയണം, എനിക്ക് സുവിശേഷ വേല ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാരണം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഞാൻ ഒത്തിരി അടിച്ചു പൊളിച്ച് ജീവിച്ചതാണ്. എന്റെ മാതാപിതാക്കളുടെ പൈസകൾ ഒത്തിരി വണ്ടിക്കച്ചവടം നടത്തി ലക്ഷങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് മാതാപിതാക്കളെ അനുസരിക്കണമെന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം എന്റെ ജീവിതത്തിലുണ്ട്. അത് ദൈവവചനത്തിലുള്ളതായതുകൊണ്ട് എനിക്ക് എന്റെ പഠനം ഉപേക്ഷിക്കാനായിട്ട് എനിക്കൊരു മടി. കാരണം ഒത്തിരി പൈസ ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്റെ മാതാപിതാക്കൾ മുടക്കി, അത് ഉപേക്ഷിക്കാനും വയ്യ. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത്
ഞാൻ ഈ ദേവദാസനോട് ചേർന്ന് പല സ്ഥലങ്ങളിലെ കൺവെൻഷനുകളിലെ ഈ കാസറ്റിന്റെ റിലീസിന് വേണ്ടി ഞങ്ങള് നമ്മുടെ കോട്ടയം ഭാഗത്തിനപ്പുറത്ത് സ്തോത്രം, ഞാൻ സ്ഥലപ്പേര് ഞാൻ ഓർക്കുന്നില്ല, ആ സ്ഥലത്ത് കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഈ കാസറ്റിന്റെ റിലീസിന് വേണ്ടി ഞങ്ങൾ അവിടെ കടന്നു പോവാണ്. ഞങ്ങളുടെ വാഹനത്തിൽ അവിടെ കടന്നുപോയി കാസറ്റിന്റെ റിലീസിന് വേണ്ടി. അങ്ങനെ അവിടെ വെച്ച് ഇപ്പൊ എന്റെ മനസ്സിൽ സ്വാഭാവികമായിട്ടും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ ഈ ജോലിയും പഠനം ഉപേക്ഷിച്ചാല് അതൊരു അതിന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം എനിക്കൊരു അടയാളം തരണം. ദൈവമേ, ഞാൻ ഈ പഠനം ഉപേക്ഷിച്ചിട്ട് ഫുൾ ടൈം കർത്താവിനെ മിനിസ്റ്റർ ചെയ്യണോ? അങ്ങനെ ഇരിക്കുമ്പോൾ ആ ദൈവദാസൻ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസനോട് ഇങ്ങനെ ആദ്യത്തെ ദിവസം പ്രസംഗം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം പ്രസംഗത്തിന് മുമ്പ് ഞാനിങ്ങനെ ഭാവിച്ചു, ഇന്ന് ഇവരൊക്കെ, അപ്പൊ ഞാൻ ആത്മീയമായിട്ട് വളരെ ശിശുവാണ്, എനിക്കൊന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരോട് ചോദിക്കാം, ഇവരൊക്കെ ദൈവത്തിന്റെ അടുത്ത ആൾക്കാരാണല്ലോ. ഞാൻ ദേവദാസ, ഞാൻ ഈ ജോലി ഉപേക്ഷിച്ച് പഠനം ഉപേക്ഷിച്ച് ഫുൾ ടൈം മിനിസ്ട്രിക്ക് പോകുന്നത് ശരിയാണോ? ദൈവത്തിന്റെ ഞാൻ അങ്ങനെ വിശ്വസിച്ചു ദൈവദാസന്മാരെ ദൈവത്തിന് തുല്യമായിട്ട്. അങ്ങനെ ഞാൻ ആ ദൈവദാസനോട് കൺവെൻഷൻ കഴിഞ്ഞ് ചോദിക്കണമെന്ന് വിചാരിച്ച് ഞാൻ കൺവെൻഷൻ ഇരിക്കാം. അദ്ദേഹം അന്ന് എടുത്ത വചനം ഇങ്ങനെയാണ്, അപ്പോസ്തല പ്രവൃത്തികൾ 4:13. അവർ പത്രോസിന്റെ യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും അവർ സാമാന്യരും പഠിപ്പില്ലാത്തവരുമായിരുന്നു എന്ന് ജനം അറിഞ്ഞു. ഈ വചനം എന്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്തു. ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ചതായ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ ദൈവദാസനോട് ദൈവം എന്നോട് സംസാരിച്ചു. അന്നത്തെ ശുശ്രൂഷ കേവലം വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നവരെ സമർപ്പിക്കുന്ന ശുശ്രൂഷ. കൺവെൻഷൻ അന്ന് നടന്നില്ല, പ്രീച്ചിങ് അന്ന് നടന്നില്ല. ഈ ഒരു വചനം വായിച്ച ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ ആൾക്കാരെ സമർപ്പിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവം എന്നോട് സംസാരിച്ചു. ഞാനവിടെ മുന്നിൽ പോയി, ഞാനവിടെ പ്രാർത്ഥിക്കാൻ നിന്നു. അതിനുശേഷം എന്നെ രക്ഷയിലേക്ക് നയിച്ച സാവു പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റേ ഞാൻ പഠനം ഉപേക്ഷിച്ച് ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങുകയാണ്. അപ്പൊ സാവു പാസ്റ്റർ ഒന്നും മിണ്ടിയില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം എന്റെ മാതാപിതാക്കൾ അമേരിക്കയിലാണ്, അവരാരും വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ദേവദാസൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോനെ, വളരെ പ്രാർത്ഥിച്ച് ആലോചിച്ച് എടുത്തു ചാടേണ്ടതാണ്, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ അന്ന് തന്നെ തീരുമാനമെടുത്തു. എന്റെ മാതാപിതാക്കൾ അന്ന് അറ്റ്ലാന്റയിലാണ്. ഞാൻ അവരോട് വിവരം പറഞ്ഞു. ഞാൻ രക്ഷിക്കപ്പെടുന്നതിനോ സ്നാനപ്പെടുന്നതിനോ അവർക്ക് എതിർപ്പൊന്നുമില്ലായിരുന്നു. എന്നാൽ സുവിശേഷ വേലയ്ക്ക് പോകുന്നെന്ന് പറഞ്ഞു, പഠനം ഉപേക്ഷിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് ഒത്തിരി എതിർത്ത് സംസാരിച്ചു. എനിക്ക് ഇങ്ങനെ ഒരു മകനില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മകൻ മരിച്ചു പോയെന്ന് പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തു. പക്ഷേ ദൈവം എന്നെ അവിടെ നിർത്തുവാനിടയായി. ഞാൻ എന്റെ കൂട്ടുകാരോടുള്ള സ്തോത്രം താമസവും എല്ലാം എനിക്ക് എന്റെ ഒത്തിരി പുസ്തകങ്ങളും എന്റെ ഒത്തിരി കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം ഞാൻ അവിടെ ഇട്ടിട്ട് സ്തോത്രം എന്റെ കട്ടിലും എന്റെ കിടക്കയും എന്റെ സാധനങ്ങളും ബാഹ്യമൊക്കെ എടുത്തുണ്ട് ദൈവദാസന്റെ കൂടെ. അദ്ദേഹം അന്ന് വൈറ്റിലയിലാണ് താമസിക്കുന്നത്. ദൈവദാസനോട് കൂടെ താമസിക്കാൻ തുടങ്ങി ഏകദേശം 2-3 മാസം ഞങ്ങൾ പല സ്ഥലങ്ങളില്, എന്റെ കായംകുളം, ഞാൻ എന്റെ ജന്മദേശത്ത് പോയിട്ട് അവിടെ ഞങ്ങൾ ആഴ്ചയിൽ എറണാകുളത്തുനിന്ന് പോയിട്ട് അവിടെ ഒരു മീറ്റിംഗ് നടത്തുവാനിടയായി. പല സ്ഥലങ്ങളില് അനേകം മദ്യപാനികളായ ആൾക്കാരെ കർത്താവിലേക്ക് നയിക്കുവാനായിട്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിലെ എന്റെ വീടിന് തൊട്ട് അടുത്തുള്ള രാമകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ഒരു മേസ്ത്രി ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. വളരെ കുടിയനായ മനുഷ്യനാണ്. കുടിച്ച് വീട്ടിൽ വന്ന് സ്തോത്രം ഭാര്യയും മക്കളെയും തല്ലുക, വീട് തല്ലിപ്പൊട്ടിക്കുക, ഓട് തല്ലിപ്പൊട്ടിക്കുക, കഥ കിളക്കുക, പിന്നീട് അദ്ദേഹം വീണ്ടും അത് പണിയുക. എന്റെ ചെറുപ്പം മുതൽ ഇദ്ദേഹം ഇങ്ങനെയാണ് എല്ലാ ദിവസവും അവിടെ. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഞാനും സാബു പാസ്റ്ററും കൂടെ ആ ഭവനത്തിൽ ചെന്നിട്ട് പറഞ്ഞു, ചേച്ചി, യേശു ക്രിസ്തു ആമേൻ പാപങ്ങളെ രക്ഷിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കാം, അണ്ണനെ ദൈവം രക്ഷിക്കും. ഞങ്ങളൊരു ധ്യാനം പാതയെ വെച്ചൊരു മീറ്റിംഗ് നടത്തുന്നുണ്ട്, അണ്ണനെ വിടണമെന്ന് പറഞ്ഞു. ചേച്ചി എന്നോട് പറഞ്ഞു, അണ്ണന്റെ കള്ളുകൂടി മാറിക്കഴിഞ്ഞാൽ അണ്ണൻ ദൈവഭാഗം ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ അല്ല വരട്ടെ, കർത്താവിനോട് കൂടെ വരുവാൻ. ദൈവത്തിന്റെ കരുണയാല് അദ്ദേഹം എന്റെ ഇപ്പാപ്പനെ ഈ 2 പേരെ ഞങ്ങൾ അവിടെ പാലയിൽ കൊണ്ടുപോയി 5 ദിവസത്തെ ഒരു ക്യാമ്പായിരുന്നു. അതിൽ വെച്ച് ഇവർ 2 പേരും രക്ഷിക്കപ്പെടുവാൻ ഇടയായി. അങ്ങനെ ഈ വാത്സല്യ ഭവനം സ്തോത്രം രാമകൃഷ്ണനും അദ്ദേഹത്തിന്റെ ഭാര്യ, കുഞ്ഞുങ്ങള്, അവരുടെ മദറിലോ അവരൊക്കെ കർത്താവിലേക്ക് വരുവാനിടയായി. ഞങ്ങളുടെ അയലത്തുള്ള ഒത്തിരി ഹിന്ദു കുടുംബങ്ങൾ, ക്രിസ്ത്യ കുടുംബങ്ങളൊക്കെ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി. അങ്ങനെ ഞങ്ങൾ അവിടെ കൂട്ടായ്മ തുടങ്ങുവാനിടയായി. 2-3 മാസങ്ങൾക്കുള്ളിൽ എന്റെ മമ്മി, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആത്മീയമായിട്ട് ഭയങ്കരമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു. അങ്ങനെ അവിടെ ഒരു പെന്തക്കോസ്റ്റൽ ചർച്ചിൽ അവരും പോകാൻ തുടങ്ങി. ഒരു 2-3 മാസത്തിനുള്ളിൽ എന്റെ പപ്പയും മമ്മിയും അവിടെ വെച്ച് അറ്റ്ലാന്റ ക്രിസ്ത്യൻ അസംബ്ലിയിൽ വെച്ച് സ്നാനപ്പെടുവാനിടയായി. സ്തോത്രം. അങ്ങനെ എനിക്ക് ഇച്ചിരൂടെ സ്വാതന്ത്ര്യം ലഭിക്കാനിടയായി.
അങ്ങനെ ആ കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ വിവാഹാലോചന, അന്ന് എനിക്ക് 25 വയസ്സുണ്ട്. ഇന്ന് എന്റെ വിവാഹാലോചനകൾ നടക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ മാവിമാരൊക്കെ അമേരിക്കയിലാണ്. അവർ പറഞ്ഞു, മോനെ ഇപ്പോൾ നീ കല്യാണം കഴിക്കരുത്, ഇപ്പോൾ കല്യാണം കഴിച്ചാൽ നിനക്ക് അമേരിക്കയിൽ എന്റെ ഫയൽ ചെയ്തിട്ടുണ്ട്, അമേരിക്ക വരാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അമേരിക്ക സ്വപ്നങ്ങളോ അമേരിക്ക പോകണമെന്നോ അല്ലെങ്കിൽ എന്റെ പഠനം ഞാൻ ഉപേക്ഷിക്കത്തില്ലായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് ആ സമയത്ത് ദൈവം എനിക്ക് നോർത്ത് ഇന്ത്യൻ ദർശനം തരുവാനിടയായി. ഞാനിങ്ങനെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ദേവദാസൻ പ്രസംഗിക്കുവാനിടയായി. 5 ലക്ഷത്തിലധികം ഗ്രാമങ്ങൾ യേശുവിനെ അറിയാത്തതുണ്ട്. യേശു എന്ന് പറഞ്ഞാൽ ആമേൻ ഏത് കടയിൽ കിട്ടും എന്ന്, അല്ലെങ്കിൽ സ്തോത്രം ലഡു, ജിലേബി അല്ലെങ്കിൽ അതുപോലെ കഴിക്കുന്ന സാധനമാണോ എന്ന് ചോദിക്കുന്ന അനേക കാര്യങ്ങൾ ആ ദേവദാസൻ അവിടെ പ്രസംഗിക്കുവാനിടയായി. ആ ഒരു പ്രസംഗം എന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവ് എന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് അയക്കണം, നോർത്ത് ഇന്ത്യയിൽ എനിക്ക് കർത്താവിന് വേല ചെയ്യണം. അങ്ങനെ എന്റെ ദേവദാസന്മാര് എനിക്ക് വേണ്ടി വിവാഹം ആലോചിക്കാൻ തുടങ്ങി. അപ്പോൾ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു സഹോദരി വിവാഹം കഴിക്കണം. കാരണം നോർത്ത് ഇന്ത്യയിൽ മിനിസ്ട്രിക്ക് പോകണമെങ്കിൽ ബൈബിൾ കോളേജിൽ പഠിച്ച സഹോദരിമാരുണ്ടെങ്കിലേ നടക്കത്തുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ എന്റെ മാതാപിതാക്കൾ ഒരു നേഴ്സിനെ വിവാഹം കഴിക്കണമെന്ന് എന്നോട് പറഞ്ഞു. കാരണം അവരുടെ ചിന്ത എന്നെ അമേരിക്കയിൽ കൊണ്ടുപോയി സെറ്റിൽ ചെയ്യണം, നേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് സെറ്റിൽ ആകാൻ പറ്റും, അതുകൊണ്ട് നീ നേഴ്സിനെ വിവാഹം കഴിക്കണം. അപ്പൊ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ആദ്യമായിട്ടും എന്റെ മാതാപിതാക്കളെ ഞാൻ ഒത്തിരി അവരുടെ പൈസ കളഞ്ഞു, ഞാൻ അവരെ ഒത്തിരി ദുഃഖിപ്പിച്ചു. അപ്പൊ ഞാൻ അന്ന് മുതൽ ഞാനൊരു തീരുമാനമാണ്, മാതാപിതാക്കളെ ദുഃഖിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആയി, ബൈബിൾ കോളേജിൽ പഠിച്ച സഹോദരിയാണോ നേഴ്സാണോ ഞാൻ വിവാഹം കഴിക്കും. അപ്പോൾ ഞാൻ അവസാനം ഒരു കൺക്ലൂഷനിൽ എത്തി, ദൈവത്തോട് ചോദിച്ചു. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ പറഞ്ഞു നേഴ്സിനെ വിവാഹം കഴിക്കാം, പക്ഷെ നോർത്ത് ഇന്ത്യക്ക് പോകാൻ റെഡിയായ നേഴ്സ് വേണം. ഞാൻ ഈ വിവരം മാതാപിതാക്കളോട് പറഞ്ഞില്ല, കർത്താവിനോട് പറയാനിടയായി. ഞാൻ 10 സഹോദരിമാരെ കല്യാണം കഴിക്കാനായിട്ട് പോയി. നേഴ്സുമാരെയാണ് കൂടുതലും പോയത്. നേഴ്സുമാരെ അവര് പെണ്ണ് കാണലൊക്കെ നടത്തും. ഞാൻ പെണ്ണിന്റെ സൗന്ദര്യമോ അവിടെ ജോലിയോ നോക്കുന്നത്. ഞാൻ അവിടെ ചെല്ലും, പേഴ്സണലായിട്ട് നമ്മളവരോട് സംസാരിക്കുമല്ലോ. ആ മുറിയിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറയും, സഹോദരി, ഞാന് നോർത്ത് ഇന്ത്യയിലെ വെള്ളവും വെളിച്ചവും ഇല്ലാത്ത ഗ്രാമത്തിൽ സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ച ആളാണ്. ഞാൻ അമേരിക്കയിൽ പോകുമെന്ന് പറഞ്ഞ് സഹോദരി എന്നെ കല്യാണം കഴിക്കരുത്. അങ്ങനെ ഒട്ടുമിക്ക ആലോചനകളും മിക്കവാറുമുള്ള കല്യാണങ്ങളെല്ലാം അങ്ങനെ അതങ്ങ് അടഞ്ഞു. ഇത് ആരും അറിയത്തില്ല, എന്റെ പാസ്റ്റർക്കും അറിയത്തില്ലായിരുന്നു, ഞാൻ മാത്രം ദൈവവും അറിയാം, ആ സഹോദരിക്കും അറിയാം. അങ്ങനെ 10 കഴിഞ്ഞ് 11 ബെൻസിയെ ആലോചിക്കാനായിട്ട്, ബെൻസി ഒരു TPM ചർച്ചിലാണ്, അല്ലെങ്കിൽ TPM കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. ചെറുപ്പത്തിലെ അദ്ദേഹവും സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കണം. അദ്ദേഹത്തിന്റെ പിതാവ് പക്ഷെ അതിനെതിരായിരുന്നു. അദ്ദേഹത്തെ നേഴ്സിംഗ് ഒക്കെ പഠിപ്പിച്ച് ഇങ്ങനെ നിർത്തിയിരിക്കാണ്, നേഴ്സിംഗ് പഠിപ്പിച്ചു. അപ്പൊ ഇടയ്ക്ക് പിതാവിനോട് പറഞ്ഞു ഇതിനെ കൊന്നുകളയുമെന്ന് പറഞ്ഞു, എന്റെ പൈസ കളഞ്ഞതിന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ആലോചന വരുന്നത്, ഞങ്ങളെ പെണ്ണ് കാണാനായിട്ട്. അന്ന് എന്റെ പെങ്ങളും ഞാനും എന്റെ ദേവദാസൻ, സൗത്ത് പാസ്റ്റർ അല്ല, അന്ന് എന്റെ നാട്ടിലെ മലങ്കര ക്രിസ്ത്യൻ ചർച്ചില്ല, കല്ലുമല കുഞ്ഞുവൻചാന്റെ സഭയിലെ പാസ്റ്റർ പൊന്നച്ചനാണ്, KS മത്തായി എന്ന് പറയും. അദ്ദേഹം ആന്റിയുമാണ് എന്റെ കൂടെ വരുന്നത്. പപ്പായും മമ്മിയൊക്കെ അമേരിക്കയിലാണ്. അപ്പൊ ലോക്കൽ ഗാർഡിയനായിട്ട് ദേവദാസനാണ് എന്റെ കൂടെ എല്ലാത്തിനും വരുന്നത്. ഞങ്ങൾ അങ്ങനെ പള്ളിപ്പാടാണ് വീട്. ഞങ്ങളിങ്ങനെ പെണ്ണ് കാണാനായിട്ട് പോയി. ഇവരെല്ലാം TPM ആണ് ഇവരുടെ എല്ലാ കുടുംബങ്ങളും. അങ്ങനെ ഞാൻ പേഴ്സണലായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ വെള്ളവും വെളിച്ചമില്ലാത്ത നോർത്ത് ഇന്ത്യയിൽ പോകാൻ റെഡിയാണെങ്കിൽ കല്യാണത്തെ സംബന്ധിക്കാം. ഞാൻ പറഞ്ഞു, ആരും ഇവരുടെ വീട്ടുകാർ പറഞ്ഞില്ല, എന്റെ വീട്ടുകാർ പറഞ്ഞില്ല, എന്റെ ദേവദാസൻ അറിഞ്ഞില്ല. എനിക്ക് തോന്നുന്നു എന്റെ പെങ്ങൾക്ക് അറിയാമായിരുന്നു തോന്നുന്നു. അങ്ങനെ ദൈവത്തിന്റെ കരുണയാല് ഞങ്ങളുടെ വിവാഹം കഴിയുവാനിടയായി. അങ്ങനെ അതിനുശേഷം ഞാൻ ആ സമയം വരെ ബൈബിൾ കോളേജിൽ പോയിട്ടില്ലായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ ചില മുഖാന്തരങ്ങളിലൂടെ ഞാൻ മണക്കാല സെമിനാരിയിലെ 2005, 2009 കാലയളവില് പഠിക്കുവാനായിട്ട് ദൈവം എനിക്കൊരു ഭാഗ്യം തന്നു. ഒരു വലിയ ഭാഗ്യ പദവിയായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. കാരണം അവിടുത്തെ പഠനമാണെങ്കിലും, അവിടെ ഞങ്ങളുടെ മിഷൻ ചാപ്പലാണെങ്കിലും, നോർത്ത് ഇന്ത്യയിലുള്ള ഒത്തിരി കർത്താവിന്റെ ദാസന്മാര് അവിടെ കടന്നു വന്നു. അവരുടെ അനുഭവങ്ങളൊക്കെ എന്നെ പേഴ്സണലായിട്ട് മോൾഡ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് എനിക്ക് 2 കുഞ്ഞുങ്ങളെ തരുവാനിടയായി, ആൺകുഞ്ഞുങ്ങളെ തരുവാനിടയായി. അങ്ങനെ എന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഗ്രാജുവേഷൻ കഴിഞ്ഞ സമയത്തും സ്തോത്രം, എന്റെ വൈഫിന്റെ സിസ്റ്റേഴ്സും അവരൊക്കെ വെളിയിലാണ്. അപ്പോൾ വെളിയിൽ പോകാനായിട്ടുള്ള ഭയങ്കര പ്രഷർ സ്തോത്രം ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ഓവർകം ചെയ്ത് 2009 ലക്നൌവിലേക്ക് ഇങ്ങനെ എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചർ പറഞ്ഞു, ഉത്തർപ്രദേശിൽ ലക്നൌവിലേക്ക് പോകാൻ ഒരു ഫാമിലി ആവശ്യമുണ്ട്, സാബു റെഡിയാണോ എന്ന് ചോദിച്ചു. ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവിന്റെ കരുണയാല് 2009 ജൂൺ മാസം 18 ഞാനും വൈഫും 2 കുഞ്ഞുങ്ങളും, അന്ന് എന്റെ മക്കൾക്ക് 4 വയസ്സ് 5 വയസ്സ് പ്രായത്തില്
ലക്നോയിൽ കടന്നു വരുവാൻ ദൈവം ഭാഗ്യം നൽകി. ഞങ്ങളിവിടെ കടന്നു വരുന്നതിന് മുമ്പേ 2 ദൈവദാസന്മാരുടെ ആ, പ്രവചനം പറഞ്ഞു. വലിയ 6 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ 2 വ്യത്യസ്ത ദൈവദാസന്മാർ പറയാൻ തുടങ്ങി. ആദ്യം വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു. അല്ല, അതിനു മുമ്പ് തന്നെ ഞങ്ങൾക്കറിയാം നോർത്ത് ഇന്ത്യയിലെ ശുശ്രൂഷ ജീവിതം കല്ലും മുള്ളും ആണെന്ന് അറിയാം. ഞങ്ങൾക്ക് പ്രതിസന്ധികൾ ഉണ്ടെന്ന് ദേവദാസന്മാർ പറയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഇതിനിടയ്ക്ക് ഒത്തിരി ജീവിതത്തിൽ പ്രതിസന്ധികൾ, ഞങ്ങൾ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായി. എല്ലാം പറയുവാനുള്ള സമയമില്ല. 2004 എന്റെ മാതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ചലഞ്ചായിരുന്നു. കാരണം എന്റെ പപ്പയുടെ വീട്ടുകാരെല്ലാം ഓർത്തഡോക്സ്, മമ്മിയുടെ വീട്ടുകാരെല്ലാം മർത്തോമക്കാര്. അങ്ങനെ എന്റെ മാതാവ് പെട്ടെന്ന് മരിച്ചപ്പോഴത്തേക്കും ക്യാൻസർ വന്നാണ് മരിക്കുന്നത്. അത് വലിയ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു വലിയ കാറ്റായിരുന്നു. പിടിച്ചുലച്ചതെന്ന് പറയാൻ പറ്റത്തില്ല. അത് ഞാൻ ഒരു ചോദ്യചിഹ്നമായിരുന്നു. കാരണം സ്തോത്രം 46-ാമത്തെ വയസ്സിൽ എന്റെ മാതാവ് മരിക്കുന്നു. ഞങ്ങളുടെ ഗ്രാമമാണെങ്കിൽ ഒരു ഹൈന്ദവ ഗ്രാമമാണ്. ഞങ്ങളുടെ എല്ലാവരും ആരും വിശ്വാസത്തിലില്ല. എന്നാൽ അവിടെയൊക്കെ ദൈവം ഞങ്ങളെ നിലനിർത്തുവാനിടയായി തീർന്നു. എന്റെ വല്യമ്മച്ചി സ്നാനപ്പെടുവാനിടയായി. മൊത്തമ കരിയാരുന്ന വല്യമ്മച്ചി സ്നാനപ്പെട്ടു. എന്റെ പെങ്ങള് സ്നാനപ്പെടുവാനിടയായി. അത് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ മറന്നുപോയി. എന്നോട് ദൈവദാസൻ ആദ്യം ആലോചന പറയുമ്പോൾ, ദൈവമക്കൾ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ആലോചിച്ചു. നിങ്ങളോട് ഏതെങ്കിലും ദൈവദാസന്മാർ ആലോചന പറഞ്ഞാൽ അത് ദൈവമാണ് പറയുന്നത് മനസ്സിലാക്കിക്കണം. ഇത് മാനുഷികമൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ പത്രോസിനെ ദൈവം വിളിച്ചപ്പോൾ പത്രോസ് അവന്റെ പടക് മുങ്ങുമാറാക്കുന്ന നിരാശയിലായിരുന്നു. ശരി, എന്നാലും ദൈവം പറഞ്ഞ അനുസരിച്ച് അവന്റെ പടക് നിറഞ്ഞു. അവന്റെ കൂട്ടുകാർക്കും കൊടുത്തു. അവർ വലിയൊരു ധാരാളത്തിൽ വലിയൊരു അനുഗ്രഹത്തിൽ നിൽക്കുമ്പോഴാണ് അവൻ പടകും വലയും ഉപേക്ഷിച്ചത്. ഞാൻ എപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. എന്റെ ജീവിതത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും നിൽക്കുമ്പോൾ, എനിക്കൊന്നിനും കുറവില്ലാതെ നിൽക്കുമ്പോൾ സുവിശേഷം കേട്ടിട്ട് ഇറങ്ങുവാനുള്ള ഭാഗ്യം എനിക്ക് ദൈവം തരുവാനിടയായി തീർന്നു. ഒരു കാര്യം ദേവദാസൻ പറഞ്ഞു, നിന്നെ ആത്മഹത്യ ചിന്തിക്കുന്ന അനേക ഭവനങ്ങളിലേക്ക് ദൈവം നിന്നെ അയക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എപ്പോഴും ദൈവത്തിൽ നന്ദിയോടെ ഓർക്കാം. എന്റെ പെങ്ങളുടെ ജീവിതത്തില്, പെങ്ങൾക്ക് 4 വയസ്സുള്ള ഒരു മോളുണ്ട്. അവിടെ ജീവിതത്തിൽ വലിയൊരു ഫാമിലി ഇഷ്യൂ നടക്കുന്ന സമയത്താണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ഫാമിലി ഇഷ്യൂ നടക്കുമ്പോൾ എന്റെ പെങ്ങളും മോളും കൂടെ ആത്മഹത്യ ചിന്തിക്കുന്ന സമയത്ത്, എന്റെ മാതാപിതാക്കൾ അന്ന് മൊബൈൽ ഫോൺ ഇല്ല. 2001 കാലയളവില് ലാൻഡ് ഫോൺ മാത്രമാണ്. എന്റെ പെങ്ങളെ വിവാഹം കഴിച്ചത് പഴവളത്തായിരുന്നു. അങ്ങനെ ഒരു ഫാമിലി ഇഷ്യൂവില് എന്റെ മാതാപിതാക്കളോട് അവൾക്ക് പറയാൻ പറ്റത്തില്ലായിരുന്നു അവളുടെ ജീവിതത്തിലെ ഇഷ്യൂസ്. ഞാനിങ്ങനെ കള്ളും കുടിച്ച് കിടക്കുന്ന എന്നോട് എങ്ങനെയാ പറയുന്നത്? അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്തോത്രം, അവള് അവിടെ ഒരു കുളത്തിലെ കുഞ്ഞിനെയും കൊണ്ട് ചാടി ആത്മഹത്യ ചെയ്യാനായിട്ട് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഞാൻ എപ്പോഴും ദൈവത്തെ നന്ദിയോടും, ദൈവമേ അന്ന് ഞാൻ ദൈവത്തെ അനുസരിച്ചത്, ആ ദൂതിന് ഞാൻ എന്നെ സമർപ്പിച്ചത് എന്റെ പെങ്ങളെയും മോളെയും. ഹാലലുയാ. എന്റെ പെങ്ങളുടെ മോളെ വിവാഹം വിട്ട് അവള് UK-ല് സുഖമായിട്ട് കുഞ്ഞുണ്ടായി അവിടെ കുടുംബമായിട്ട് ജീവിക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് ഞാൻ എന്റെ പെങ്ങളോട് സുവിശേഷം പറയാനിടയായി. പിന്നീടാണ് അവൾ പറഞ്ഞത്, ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ചിന്തിച്ചപ്പോഴാണ് ആ ചാച്ചനോട് യേശുക്രിസ്തു സുവിശേഷം പറയുവാനിടയായി. ദൈവത്തിന്റെ നന്ദിയോട് സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം. ആ ദൈവദാസനെ ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, എന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. സുവിശേഷം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി. സ്തോത്രം. ഞാൻ ഇനി അടുത്ത ഒരു ഘട്ടത്തിലേക്ക്, ഞങ്ങളുടെ ഉത്തർപ്രദേശിലുള്ള അനുഭവങ്ങളിലേക്കും സാക്ഷ്യങ്ങളിലേക്കും ഞാൻ അടുത്ത ഘട്ടമായിട്ട് ഞാൻ തിരികെയാണ്. ഞങ്ങളിവിടെ കടന്നു വന്നു. ജൂൺ മാസം 18 വളരെ ചൂട്, 46-48 ഡിഗ്രി ചൂടിൽ ഞങ്ങളിവിടെ കടന്നു വന്നു. ഇവിടെ ഞങ്ങൾക്ക് കൂളറില്ല. അന്ന് വളരെ കറണ്ട് കട്ടിന്റെ സമയം. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, എന്റെ വീട് 3 നിലയാണ്. ഞാൻ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ വണ്ടിക്കകത്ത് AC ഉള്ള വണ്ടിക്കകത്ത് ഞാൻ 3 വർഷം ഒരു വണ്ടി ഉപയോഗിക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ എന്റെ പപ്പ പുതിയ വണ്ടി മേടിച്ചു തരും. ഞങ്ങൾ അവിടെ കൊല്ലം നീണ്ടകര പോയി മീൻ ലേലത്തിൽ മേടിച്ചുകൊണ്ട് വന്ന് ഫ്രീസറിനകത്ത് വെക്കും. അതുപോലെ മാസത്തില് അവിടെ ചാരുമുട്ടി ചന്തയിൽ പോയിട്ട് കാളയൊക്കെ പോത്തിനെയൊക്കെ മേടിച്ച് വെട്ടി കൊണ്ടുവെക്കുക. 4 കറി ഇല്ലാതെ ഞാൻ ആഹാരം കഴിക്കത്തില്ലായിരുന്നു. സ്തോത്രം. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഇവിടെ വന്നു. അന്ന് രാത്രി കറണ്ട് ഇല്ല. ഞങ്ങൾ ട്രെയിൻ വന്നപ്പോ തന്നെ നമ്മളിങ്ങനെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള ദേവദാസന്മാർക്ക് ഇതൊക്കെ ഒന്ന് പുത്തരിയല്ല, എല്ലാവർക്കും അറിയാം.
ട്രെയിൻ വരുമ്പോൾ സ്ലീപ്പറിലാണ് വന്നത്. ഇഡ്ഡലി കൂട്ടത്തില് കയറിയിരുന്ന എങ്ങനെയായിരിക്കും ആദ്യമായിട്ട് ഞാനും കുഞ്ഞുങ്ങളും ഒക്കെ വളരെ വളരെ ബുദ്ധിമുട്ടി 2 ദിവസത്തെ ആന്ധ്രയിലെ ചൂടൊക്കെ സഹിച്ച് ഇവിടെ വന്നു. ഇവിടെ രാത്രി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം കട്ടിലിൽ നിന്ന് കിടന്നു, ഉരുണ്ട് താഴെ വീഴുന്ന ചൂട്. ഞങ്ങൾക്ക് ഫ്രിഡ്ജില്ല, ഞങ്ങൾക്ക് ചൂട് വെള്ളം രാത്രി 10 മണിയാണെങ്കിൽ പോലും വെള്ളം ചൂടാണ്. 3 മാസക്കാലം, സ്തോത്രം. പക്ഷെ ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിരുന്നു, ഞങ്ങളുടെ ഒരു ആവശ്യങ്ങൾ ഒരു മനുഷ്യരോട് പറയത്തില്ല. എന്റെ പിതാവും മാതാവും അമേരിക്കയിലാണ്, മാതാവ് മരിച്ചു. സ്തോത്രം. എന്റെ ആൾക്കാരെല്ലാം അമേരിക്കയിലും ഗൾഫിലും എല്ലാം ആണ്. ഞാനൊരു തീരുമാനം എടുത്തു, ഏലിയാവിന്റെ ദൈവമാണ് എന്റെ ദൈവം. ഏലിയാവിന് വേണ്ടി അത്ഭുതം ചെയ്ത ദൈവം, ജീവനുള്ളത്, ആ ദൈവത്തിന്റെ വേലയ്ക്കായിട്ടാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. 3 മാസം ഞങ്ങൾ ഫ്രിഡ്ജില്ല, പൈപ്പ് വെള്ളമാണ് കുടിക്കുന്നത്. സ്തോത്രം. പക്ഷെ ഈ ഇത് കഷ്ടതയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇതിനേക്കാൾ ഒത്തിരി പേർ കഷ്ടതയിൽപ്പെടുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കാര്യമാണല്ലോ ഞാൻ പറയുന്നത്. ഞങ്ങളൊരു 2 വീലർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അതിൽ ഞങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോകും. നമ്മൾ പകലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ മേളിൽ നിന്നുള്ള ചൂടും താഴെ നിന്നുള്ള കാറിന്റെ ചൂടും നമുക്ക് എവിടെയെങ്കിലും ഈ റെയിൽവേയുടെ ബാരിക്കേഡൊക്കെ നമ്മുടെ ക്രോസിംഗ് വരുമ്പോൾ അവിടെയൊക്കെ നമ്മൾ വണ്ടി നിർത്തുമ്പോൾ 10 മിനിറ്റ് ഒക്കെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ കാല് താഴെ വെക്കാൻ പറ്റത്തില്ല, സ്റ്റാൻഡ് വെച്ചിട്ട് അതിന്റെ മേൽ കയറുന്നു. എന്നാൽ ആ ചൂടിലും തണുപ്പിലും ചില സമയത്തൊക്കെ ഞങ്ങൾ ഗ്രാമത്തിൽ നിന്ന് പോയിച്ചു വരുമ്പോൾ വലിയ മഴയായിരിക്കും, പോയ വഴിയെല്ലാം കുഴിയ. ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഒരു ആക്റ്റീവ ആയിരുന്നു, ആക്റ്റീവ കുടിക്കാത്ത വീണ് വണ്ടി കേടായി. ഒത്തിരി പ്രതിസന്ധികൾ. ഞങ്ങൾക്കറിയത്തില്ല ഇത്ര വലിയ തണുപ്പാണെന്ന്. തണുപ്പിന്റെ സമയത്ത് തണുപ്പിനുള്ള ഡ്രസ്സുകൾ ഞങ്ങൾക്കില്ല. സ്തോത്രം. ഞങ്ങള് 2ഉം 3ഉം പാൻസുകള് ഞാൻ ഇടും, ഷർട്ടുകൾ 3-4 ഷർട്ടുകൾ ഇട്ട് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അങ്ങനെയുള്ള. ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങളുടെ പരിചയത്തിലുള്ള വിശ്വാസികളൊക്കെ കുഞ്ഞുങ്ങൾക്കുള്ള ഉടുപ്പുകളൊക്കെ, കമ്പിളി ഉടുപ്പുകൾ, അവരുടെ പഴയ ഉടുപ്പുകൾ, അവരുടെ കുഞ്ഞുങ്ങളുടെ ഉടുപ്പുകളൊക്കെ കൊടുക്കുമായിരുന്നു. എന്നാൽ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, 4 കറി കൂട്ടേണ്ട സ്ഥാനത്ത് 1 കറി ഇല്ലാതെ കഴിക്കാൻ വന്നപ്പോഴൊന്നും ജീവിതത്തിൽ പിറുവിറുക്കാൻ തമ്പുരാൻ അനുവദിച്ചില്ല. അതെല്ലാം വളരെ സന്തോഷത്തോടെ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി സഹിച്ച കഷ്ടപ്പാട്, കാൽവറിയിലെ ആ കൊലക്കള്ളത്തില് അനുഭവിച്ച കഷ്ടപ്പാടിന്റെ 1% പോലും ഇല്ല, അല്ലെങ്കിൽ 0.1% പോലും ഇല്ല എന്ന് എനിക്കറിയാം. എന്നാൽ ഓരോരോ പ്രതിസന്ധികളും ജീവിതത്തിൽ വന്നപ്പോഴും എന്റെ വൈഫും എന്റെ കുഞ്ഞുങ്ങളും ഒന്നും അവരാരും എതിർത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അവരൊന്നും എന്റെ കൂടെ, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ആദ്യത്തെ 2 വർഷക്കാലം ഒരു കാര്യം കൂടെ, എന്റെ പിതാവിന് ആ സമയത്ത് ദൈവം ഞാൻ പറയും, ദൈവം ഞങ്ങളെ വിശ്വാസം പഠിപ്പിച്ചു. ഞങ്ങളുടെ കുഞ്ഞുങ്ങള് ഇന്ന് എന്റെ വലിയ മോനെ ഒരു വലിയ വർഷിപ്പ് വലുതെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വർഷിപ്പ് ലീഡറും മ്യൂസീഷ്യനും ഒക്കെ ആയിട്ട് ദൈവം അവനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കീബോർഡ് പോലും ഞങ്ങൾക്ക് മേടിക്കാൻ പൈസ ഇല്ലായിരുന്നു. ഒരു നല്ലൊരു മ്യൂസിക് ക്ലാസ്സിൽ വിട്ട് പഠിപ്പിക്കാനുള്ള പൈസ ഞങ്ങൾക്കില്ലായിരുന്നു ആദ്യകാല സമയങ്ങളിൽ. ആ സമയത്ത് ഞാൻ എപ്പോഴും പറയും, ദൈവം എല്ലാം നമ്മുടെ വഴികളെല്ലാം അടയ്ക്കും. ചുറ്റും ഇങ്ങനെ മതില് കെട്ടിയിട്ട് എല്ലാം അടച്ചതിന് ശേഷം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ ദൈവം ഞങ്ങളെ പഠിപ്പാനിടയായി. അന്ന് ഒറ്റ ഫോണിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം എന്റെ വീട്ടിൽ അരിയില്ല, സാധനങ്ങളെല്ലാം തീർന്നു. എന്റെ പപ്പ അമേരിക്കയിൽ നിന്ന് ഒരു ദിവസം ഫോൺ ചെയ്തു. വെച്ചാൽ മോനെ എന്തോ ഉണ്ട്. അപ്പം എന്റെ പപ്പ വിചാരിച്ചത് എന്നെ സഭ അയച്ചതാണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്റെ പപ്പായ്ക്ക് ജോലി നഷ്ടപ്പെട്ടു. അവിടെയും ചില പ്രതിസന്ധികൾ, ചില പ്രതിസന്ധികളിലൂടെ പപ്പായും കടന്നു പോകാൻ ഇടയായിത്തീർന്നു. ചില സമയങ്ങളിൽ പൈസ അയക്കാൻ പപ്പായ്ക്ക് പറ്റിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ വീട്ടിൽ അരി തീർന്നു. പപ്പ എന്നെ ഫോൺ ചെയ്ത്, മോനെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, പപ്പ എനിക്ക് $1 അയച്ചു തന്നേനെ. പക്ഷെ ഞാനൊരു തീരുമാനം എടുത്തിട്ടും ഞാനൊരു ആവശ്യം പറയുകയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ സ്വർഗത്തിലൊക്കെ നോക്കിയിട്ട് എന്റെ പപ്പ സ്വർഗത്തിലാക്കും പറയാനിടയായത്. അത് എന്റെ ഒരു വിശ്വാസത്തിന്റെ തീഷ്ണതയായിരിക്കും ഞാൻ പറയാഞ്ഞത്. എന്റെ ആൾക്കാരെല്ലാം പല സ്ഥലങ്ങളിൽ ഒരു ഫോൺ ചെയ്താൽ ഞാൻ വന്നേനെ ഇവിടെ പൈസ. എന്നാൽ എന്റെ വിശ്വാസത്തിന്റെ തീഷ്ണതയോ എടുത്തിയാട്ടോ എന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അന്ന് പറഞ്ഞില്ല. എന്നാൽ അന്ന് രാത്രിയിലേക്കുള്ള ആഹാരത്തിനുള്ള ഇന്ന് വരെ ഞാൻ 16 വർഷമായി ഒരു നേരം പോലും പട്ടിണി കിടക്കാൻ തമ്പുരാൻ അനുവദിച്ചില്ല. 4 കറിയുടെ സ്ഥാനത്ത് കറിയില്ലെന്ന് ഞാൻ പറഞ്ഞു. ആദ്യത്തെ 2 വർഷക്കാലം പാല് മേടിക്കാതാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിയത്. സ്തോത്രം. എന്റെ വൈഫ് എപ്പോഴും പറയാം, ചാച്ചാ ഇവർക്ക് ബുദ്ധിയുടെ കുറവ് വരും. കാരണം എന്റെ വൈഫിന്റെ വീട്ടുകാരും ചെറുപ്പം മുതലേ അവരെല്ലാം ബദാമും വണ്ടിപ്പരിപ്പും ഒക്കെ കഴിച്ചു വളർന്ന അവരുടെ വീട്ടുകാരെല്ലാം അമേരിക്കയിലും ഗൾഫിലുള്ള. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും കൊടുത്തില്ലെങ്കിൽ അവർക്ക് ബുദ്ധിയുടെ കുറവ് വരും. ഞാൻ പറഞ്ഞു, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാല് അതിന്റെയൊക്കെ നടുവില് ദൈവം
ഞങ്ങൾ ഓരോ ദിവസവും ആ സമയങ്ങളിൽ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് 100 കിലോമീറ്റർ ഒക്കെ ദൂരെയുള്ള സ്ഥലങ്ങളില് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളില് അത് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങള് ഇവിടെ ഒരു സീതാപൂറിനപ്പുറത്ത് ഒരു ബിസ്വ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഞാനിങ്ങനെ അറിഞ്ഞു അവിടെ ക്രിസ്ത്യാനികളായിട്ടുള്ള 3-4 കുടുംബങ്ങളുണ്ട്. മെത്തഡിസ്റ്റുകാരാണ്. അവിടെ പാസ്റ്റർ ഇല്ല. അവരിങ്ങനെ ഹിന്ദുക്കളെ പോലെ ജീവിക്കുകയാണ്. ഈ വാർത്ത കേട്ടപ്പോൾ എന്റെ ഹൃദയം തകർന്നുപോയി. അങ്ങനെ ഞങ്ങൾ അവിടെ വേല സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നമ്മുടെ മീറ്റർ ഗേജ് ചെറിയ ട്രെയിൻ ഉണ്ടല്ലോ, ചെറിയ ട്രെയിന് ഇപ്പൊ അത് മാറ്റിയത്. ആ ട്രെയിൻ അങ്ങോട്ട് യാത്ര ചെയ്യും. ഇവിടെ നിന്ന് ഒരു 6 മണിക്കൂർ എടുക്കും. എല്ലാ സ്റ്റേഷനിലും നിർത്തി ആ ട്രെയിനിലെ യാത്ര എന്ന് പറഞ്ഞ ഇതുപോലെ ആ ട്രെയിനകത്ത് സൈഡിലെല്ലാം സൈക്കിള് കെട്ടി തൂക്കിയിടും, പാല് കിട്ടി. കാരണം അവിടെ നിന്ന് പാലും സൈക്കിളുമായിട്ടാണ് ഇവര് വരുന്നത്. അപ്പൊ നമുക്ക് ഇരിക്കാനൊന്നും സ്ഥലം കിട്ടത്തില്ല. എങ്ങനെങ്കിലും ചാടി അതിന്റെ ട്രെയിനിന്റെ അപ്പർ ബർത്തിൽ കയറി ഞാനും കുഞ്ഞുങ്ങളുമായിട്ടിരിക്കും. എല്ലാ ശനിയാഴ്ച ഞങ്ങൾ രാവിലെ ഇവിടുന്ന് 6 മണിയാകുമ്പോൾ പുറപ്പെടും. അവിടെ ചെന്ന് മിനിസ്ട്രി എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് രാത്രി 2 മണിയാകും തിരിച്ചു വരാന്. വളരെ സന്തോഷത്തോടു കൂടി അവിടെയുള്ള വേല. പിന്നെ പുതിയ പുതിയ പല ഗ്രാമങ്ങൾ. പിന്നീട് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മളെ ഇവിടെയുള്ള ഗ്രാമങ്ങളിൽ വേല ചെയ്യുവാൻ നമുക്ക് കൃപാവരം പ്രാപ്തന്മാരെ ഒന്നും ആവശ്യമില്ല. കൃപാവരം വേണ്ടാന്നൊന്നുമല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ക്ഷമിക്കുക. നമ്മുടെ നാട്ടിൽ കൃപാവര പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാർ, പാസ്റ്റർമാർ ശുശ്രൂഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള കൺവെൻഷൻ വെക്കാറുണ്ട്. ഇതിന്റെ ഒന്നും ഇവിടെ ആവശ്യമില്ല. 2 വയസ്സുള്ള ഒരു കുഞ്ഞ് എഴുന്നേറ്റ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞാൽ സൗഖ്യമാകും. ആ കുഞ്ഞിന്റെ വാക്കിന്റെ മഹിമയോ സ്തോത്രം അതിന്റെ ഒരു താളത്തിലൊന്നും അല്ല. ദൈവത്തിന് വേണ്ടി ഒരു വ്യക്തി നിൽക്കുവാണെങ്കിൽ അവനിലൂടെ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം. ഞങ്ങളുടെ ശുശ്രൂഷയുടെ ആദ്യ സമയങ്ങളിൽ അനേക രോഗികളെ ദൈവം സൗഖ്യമാക്കി. ഞാനിപ്പോഴും ഓർക്കാറുണ്ട്, എന്റെ കയ്യിലൊരു ദാനിയേൽ ബൈബിൾ, ചെറിയ നീളത്തിലുള്ള ഒരു ബൈബിൾ ഉണ്ടല്ലോ. എന്റെ ഹിന്ദി ബൈബിളിനകത്തോട്ട് ഈ ചെറിയ ബൈബിൾ എടുത്തങ്ങ് വെക്കും. നമുക്ക് പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞ പോലെ നമ്മെ ദൈവം 5ാം ക്ലാസ് മുതലേ ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? കർത്താവിന്റെ നോർത്ത് ഇന്ത്യ വേല ചെയ്യാൻ വേണ്ടിയാണ്. തമിഴ്നാട്ടിലും മറ്റേ വേറെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്, സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ അങ്ങനൊന്നും ഇല്ല. 5ാം ക്ലാസ് മുതലേ ഫസ്റ്റും സെക്കൻഡ് ഹിന്ദി പഠിപ്പിക്കുന്നത് കർത്താവിന് വേറെ ഹേ എന്ന ഹിന്ദി ടീച്ചർ എന്ന് പിച്ചു കൊള്ളുന്നതിന് കാരണം എന്താണെന്നറിയോ? ഈ കർത്താവിന്റെ വേല ഉത്തര ഭാരതത്തിൽ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഞാൻ പഠനത്തിലെ ഗ്രാമങ്ങളും എല്ലാം എനിക്ക് ദൈവം പഠിപ്പിച്ചതായതുകൊണ്ട് അത്യാവശ്യം വായിക്കാൻ അറിയാം, മനസ്സിലാക്കാൻ അറിയാം. പിന്നെ ഞാൻ ബോംബെ ചില നാളുകൾ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം ഹിന്ദിയൊക്കെ അറിയാം. അങ്ങനെ ഞാൻ ഈ ബൈബിൾ എടുത്തിട്ട് മലയാളം നോക്കിക്കൊണ്ട് ഹിന്ദിയിലോട്ട് ഇതങ്ങോട്ട് വായിച്ചിട്ട് ഈ വാക്യം തന്നെയും പിന്നെയും പറഞ്ഞിട്ട് ഇതങ്ങൊരു വലിയ പ്രസംഗം പോലെ ആക്കും, നമ്മുടെ ഭാഷയിൽ പ്രസംഗം. പക്ഷെ ഈ പാവങ്ങളായിട്ടുള്ള മനുഷ്യർക്ക് സ്തോത്രം ഇതൊന്നും അറിയത്തില്ലെങ്കിലും, നമ്മുടെ ഭാഷ മനസ്സിലാക്കത്തില്ലെങ്കിലും ഭാഷയെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ ശുശ്രൂഷകളിൽ, ഞങ്ങളുടെ ഗ്രാമ മിനിസ്ട്രികളിൽ ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ആദ്യമായിട്ട് ഞങ്ങളുടെ ശുശ്രൂഷയിലെ ഒരു അമ്മച്ചി കടന്നു വന്നു. അമ്മച്ചിയുടെ മരുമോള് 11 വർഷമായിട്ട് അവർക്ക് കുഞ്ഞുങ്ങളില്ല. അങ്ങനെ അവര് കടന്നു വന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയിലിരിക്കും. അപ്പം ഇവർ പറഞ്ഞ് കുഞ്ഞുങ്ങളില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എല്ലാ ദിവസവും ഞങ്ങൾ തലയിൽ കൈവച്ചിട്ട് വെച്ച ഹോജാവോ എന്ന് പറഞ്ഞ് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കും. ഇങ്ങനെ പ്രാർത്ഥിച്ച് വെച്ച ഹോകയാട്ടോ അമ്പമാരുടെ. ഞങ്ങൾക്കത് മനസ്സിലായില്ല. ഇവരുടെ ഭാഷ, ഗ്രാമത്തിലെ ഭാഷ നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ പറയുന്ന ഹിന്ദി അവർക്ക് മനസ്സിലാകുവാണോ ദൈവം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാണോ എന്താണെന്ന് അറിയത്തില്ല. എനിവേ ഇവർക്ക് കുഞ്ഞുണ്ടായി, നമ്മളത് അറിയുന്നില്ല. നമ്മൾ പിന്നെ ഹോജാവോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവർക്ക് കുഞ്ഞുണ്ടായി കഴിഞ്ഞാണ് അതിന് മുമ്പ് മനസ്സിലായി കേട്ടോ. എനിവേ ഒരു പ്രാവശ്യം ഈ അമ്മച്ചിയുടെ മകനും മരുമോൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അപ്പൊ ഈ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോ 3-4 മാസം കഴിഞ്ഞപ്പോ ഈ അമ്മച്ചി ഒരു പൊതുക്കെട്ട് കൊടുത്തു. അതിനൊരു കാരണം കൂടെ ഉണ്ട്. പൊതുക്കെട്ട് അന്ന് ഞങ്ങൾ രാവിലെ മീറ്റിങ്ങിന് പോകാൻ നേരം എപ്പോഴും ഞങ്ങൾ ആഴ്ചയിൽ ഒരു 100 രൂപ എപ്പോഴും കരുതി വെക്കും. 100 രൂപ കരുതി വെക്കും. കാരണം പെട്രോൾ അടിക്കുന്നു. ഇവിടെ നിന്ന് ഒരു 10-20 കിലോമീറ്റർ ദൂരത്തിലാണ്. ഞങ്ങൾ ആ ഒരു 100 രൂപ എപ്പോഴും ഞായറാഴ്ച രാവിലെ പോകണം. അപ്പൊ അന്ന് രാവിലെ ഞങ്ങളുടെ വീട്ടിലെ ആട്ട തീർന്നു. അപ്പം എന്റെ വൈഫ് പറഞ്ഞു വൈകിട്ടത്തേക്ക് എന്റെ കുഞ്ഞുങ്ങൾക്ക് 4-5 വയസ്സായപ്പോഴേ ഞങ്ങൾ രാവിലെ ഞായറാഴ്ച ഫാസ്റ്റിംഗ് മോഡാ പോകുന്നത്. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു വൈകിട്ടത്തേക്ക് മതിയല്ലോ ആട്ട, നമുക്കിപ്പോ എന്തായാലും പോകാം. എന്റെ 120 രൂപ ഉണ്ട് അന്നേരം. അന്ന് 1 കിലോ ആട്ടയ്ക്ക് 12 രൂപയും 1 കിലോ അരിക്ക് 12 രൂപയാണ് ഇരിക്കില്ല. അപ്പം അരി മേടിക്കാനും ആട്ട മേടിക്കാനുള്ള പൈസ ഉണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് വൈകിട്ട് വന്നിട്ട് മേടിക്കാമെന്ന് പറഞ്ഞ് കാരണം നമ്മളൊരു വഴിക്ക് പോവല്ലേ,
എന്ന് പറഞ്ഞ് 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് 20 രൂപ പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ അവിടെ പോയി അവിടെ ചെന്ന് ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി, കുഞ്ഞുണ്ടായെന്ന് ഞങ്ങൾ അറിയുന്നില്ല, ഒരു പൊതിക്കെട്ട് കൊണ്ടുവന്നു. പൊതിക്കെട്ട് കൊണ്ടു തന്നു. ഞങ്ങൾ പ്രാവശ്യം മേടിച്ചു. വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ 5 കിലോ ആട്ടയുണ്ട്. ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ഞാൻ എപ്പോഴും ആ ആ ആട്ടയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കത്തില്ല. കാരണം ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ 5 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ താമസിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഹോട്ടൽ അവന്യൂ റീജിയനില് 2000 കാലയളവ് ഞാൻ അവിടെ ഒരു ചായക്ക് 75 രൂപയാണ് അന്നത്. ഇപ്പോഴും ഞാൻ ചായയുടെ വില ഓർക്കുന്നുണ്ട്. 75 രൂപയുടെ ചായ കുടിച്ച്, പക്ഷെ ഇവിടെ വന്ന് നോർത്ത് ഇന്ത്യയിൽ വന്ന് പാലും മധുരവും ഇല്ലാതെ ചായ കുടിച്ചിട്ട് വന്നിട്ടും ആ സ്തോത്രം അവന്യൂ റീജിയനിലെ ചായയെക്കാളും ശ്രേഷ്ഠകരമായിട്ട് ദൈവം ആ ചായക്ക് ടേസ്റ്റ് തരുവാനിടയായി തന്നു. ഈ അമ്മച്ചിയുടെ ആട്ടയുടെ സ്തോത്രം ആ രുചി ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. കാരണം ദൈവം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, സ്തോത്രം, ദൈവം ആ മേലിയാവിന് കാക്കയുടെ കൈവശമാണ് അപ്പോൾ ഇറച്ചിയും കൊടുത്തു വിട്ടത്. സ്തോത്രം, ഈ വിധവയുടെ. അപ്പം ഞാൻ എപ്പോഴും ഓർക്കും, നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഒരു കാര്യം മറക്കരുത്, എല്ലാ വഴികളും അടച്ചിട്ട് സ്വർഗീയ പ്രൊവിഷൻ തരാൻ വേണ്ടിയാണ്. കാരണം എന്റെ പിതാവ് നാട്ടിൽ ജീവിക്കുമ്പോൾ എന്റെ പപ്പ എല്ലാ മാസവും എനിക്ക് ഡോളറുകൾ സഫിഷ്യന്റ് മോർ ദാൻ സഫിഷ്യന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴും ആ പ്രൊവിഷൻ ദൈവം തന്നുകൊണ്ടിരുന്നാൽ ദൈവത്തിന്റെ പ്രൊവിഷനെ കുറിച്ചുള്ള ടേസ്റ്റോ ദൈവത്തിന്റെ കരം കാണാനോ സ്തോത്രം നമുക്ക് അതേ സ്തോത്രം സാധിക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം 3 വർഷക്കാലം ഞങ്ങൾക്ക് തണുപ്പിനിടാൻ തുണിയില്ല. ഞങ്ങളുടെ ലീഡർ കടന്നു വന്നൊരു കമ്പിളി നിന്ന് ആ കമ്പിളിയിലാണ് ഞങ്ങൾ 4 പേരും കിടക്കുന്നത്. ഞങ്ങളുടെ ശരീരത്തെ ദൈവം ഒത്തിരി തണുപ്പിച്ചു കേട്ടോ. നമ്മെ ദൈവം തണുപ്പിക്കുന്നത്, നമ്മെ വിശപ്പിക്കുന്നത്, നമ്മെ ദൈവം സ്തോത്രം ചില അനുഭവങ്ങളിലൂടെ കടത്തിവിടും. എന്തിനാന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള മനുഷ്യരുടേതായ വേദനകളെ മനസ്സിലാക്കാനാണ്. എന്നാൽ ചില വർഷങ്ങൾക്ക് ശേഷം ഇന്ന് തണുപ്പിനിടാനുള്ള തുണികൾ അനേക ദൈവദാസന്മാർക്കും മക്കൾക്കും കൊടുക്കാൻ ദൈവം ഞങ്ങളുടെ കരങ്ങളെ ശക്തിപ്പെടും. എന്താ പറയുക, തണുപ്പ് വരുമ്പം ഞങ്ങൾക്ക് പേടിയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം വലിയ വണ്ണമുള്ളവരാ. ഓരോ വർഷം കഴിയുമ്പോഴും അവർ വളരുമ്പോൾ ഞങ്ങൾക്ക് ടെൻഷനാണ്. ഈ വർഷത്തെ തണുപ്പ്, കാരണം 3 മാസമാണ് ഇവിടെ തണുപ്പ്. ഈ വർഷം തണുപ്പിനെടുത്ത് അടുത്ത വർഷത്തേക്ക് അത് ചെറുതായി പോകും. അപ്പോൾ ഈ ഓരോ നവംബർ ഡിസംബർ ആവുമ്പോൾ ഇപ്പം മോർ ദാൻ സഫിഷ്യന്റ് ആയിട്ട് ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ എന്റെ മാതാപിതാക്കളെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ നല്ല രീതിയിൽ ദൈവം നടത്തുന്നു. എന്റെ വൈഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഇല്ലായ്മ പറയാനല്ല ഞാൻ വിളിച്ചു പറയുന്നത്. ദൈവം നടത്തിയ വിധങ്ങളെ അന്ന് ഞങ്ങളുടെ ശരീരത്തെ ദൈവം തണുപ്പിച്ചത് കൊണ്ട് ഇന്നും തണുപ്പ് വരുമ്പോൾ അങ്ങനെയുള്ള ദൈവമക്കൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളതായ ഒരു ബോധ്യം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവദാസന്മാരുടെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവരുടെ സ്തോത്രം, അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം പലപ്പോഴും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാതെ ഇറക്കി നിർത്തിയിട്ട് ഇന്ന് വരെ കർത്താവ് ഒരു ദിവസം പോലും ദൈവം ചിലപ്പോൾ ഫീസ് കൊടുക്കാൻ കാണത്തില്ലായിരിക്കും, ഫൈൻ അടച്ചായിരിക്കും കൊടുക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള ദൈവദാസന്മാരെ കാണുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസ സഹായം ചെയ്യണമെന്നുള്ള ആ ഒരു ദർദ്, ആ ഒരു വേദന ദൈവം എനിക്ക് തന്നതുകൊണ്ട് അനേകരെ സഹായിക്കാൻ ദൈവം ഇപ്പോൾ ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തുതിക്കുന്നു. അങ്ങനെ ഞങ്ങള് ചില സ്ഥലങ്ങളിൽ, ചില ഡിസ്ട്രിക്റ്റിൽ 5-6 ഡിസ്ട്രിക്റ്റുകളിലേക്ക് ഞങ്ങൾ പ്രവർത്തനം വ്യാപിപ്പിക്കുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങൾ വന്ന അന്ന് മുതൽ ഞങ്ങൾക്ക് 4 വീലർ ഒന്നുമില്ല, ഞങ്ങൾക്ക് 2 വീലറേ ഉള്ളൂ. പക്ഷെ അന്ന് മുതലേ ദൈവത്തിന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഫിലിം മിനിസ്റ്ററി ചെയ്യണം. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടൊരു ചിന്തയുണ്ട്, എനിക്കൊരു 4 വീലർ തരണം, എനിക്കൊരു പ്രൊജക്ട് തരണം, എനിക്ക് ജനറേറ്റർ തരണം, അതിനുശേഷം ഞാൻ ദൈവവേല ചെയ്യും. അങ്ങനെയല്ല, എനിക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ സ്തോത്രം, ഞങ്ങൾക്ക് ദൈവവേല ചെയ്യണം. അപ്പൊ ഞാനിവിടെ വന്നപ്പോൾ എനിക്കൊരു മർത്തോമക്കാരനായ ഒരു അച്ഛൻ ഒരു ടിവിയും ഒരു ഡൈനിങ് ടേബിളും 4 ചെയറും ഇതെല്ലാം തരുവാനിടയിട്ടു. അപ്പോൾ ഞാനിങ്ങനെ ടി വി എങ്ങനെയെങ്കിലും ഗ്രാമത്തില് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ജനറേറ്റർ, ഒരു പാസ്റ്റയിൽ ഒരു ജനറേറ്റർ ഉണ്ട്, എൻ്റെ ഒരു VCD ഉണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം ഇതും കൊണ്ട്. അപ്പൊ ഞാനിവിടെ ഒരു അച്ഛനും ഫാമിലിയും പെന്തക്കോസ്ത് അച്ഛൻ ഇവിടെ വന്ന് വേറെ ചർച്ചയിൽ പോകുന്നവരാ. അതെന്റെ ഒരു പഴയ സുമയുണ്ട്. ഞാൻ ചോദിച്ചാൽ നമുക്കൊരു ദിവസം ഗ്രാമത്തിൽ പോകാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഈ ടിവിയും CD-യും വേറൊരു ഞങ്ങളൊരു സ്നേഹിതനായ ദേവദാസന്റെ ജനറേറ്ററും എടുത്തുകൊണ്ട് ഞങ്ങള് സ്തോത്രം ഗ്രാമങ്ങളിൽ പോകാനിടയായി. ഒത്തിരി ഗ്രാമങ്ങളില് ഈ ജനറേറ്റർ കൊണ്ട് കടന്നുപോയി. പക്ഷേ ഇതിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പഴയ CD ആണ്. എന്തെങ്കിലും കാരണവശാൽ നിന്ന് കഴിഞ്ഞാൽ ആദ്യം തൊട്ടേ കറങ്ങത്തുള്ളൂ. എന്നാൽ അവിടെയൊക്കെ അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടായെങ്കിലും അതൊക്കെ ഓർക്കുമ്പോൾ വളരെ
ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും വളരെ രസകരമായിട്ട് തോന്നാനൊക്കെ ദൈവം സഹായിച്ചു. എന്നാൽ ചില നാളുകൾക്ക് ശേഷം ദൈവം ഞങ്ങൾക്ക് പ്രൊജക്ടർ തരുവാനിടയായി. ഒരു വാഹനം മേടിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. 2012 മുതൽ 2013 മുതൽ 2017 വരെ, 2017 ഇവിടെ BJP സർക്കാർ വരുന്നത്, യോഗി ആദിത്യനാഥ് ഞങ്ങളുടെ മുഖ്യമന്ത്രി. എന്നാൽ അതുവരെ ഞങ്ങള് ഫിലിം മിനിസ്ട്രികൾ UP-യിലുള്ള പല ഡിസ്ട്രിക്റ്റുകളും കടന്നുപോയി ഞങ്ങൾക്ക് ചെയ്യാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇവിടെ മെയ് ജൂണിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവധിയാണ്. ആ സമയങ്ങളിൽ ഞാനും കുഞ്ഞുങ്ങളുമായിട്ട് വാഹനത്തില് പ്രൊജക്ടറും ജനറേറ്ററും ലൈറ്റും ഒക്കെ ആയിട്ട് ഞങ്ങൾ പോകും. ഞങ്ങൾക്ക് കീബോർഡും, ഞാൻ പറഞ്ഞില്ല എന്റെ മോൻ ഒരു പാട്ടുകാരനാണ്. അങ്ങനെ എന്റെ മോൻ പാട്ടുകാരനാകാൻ കാരണം ഗ്രാമങ്ങളിലേക്ക് ഞങ്ങൾ പോയി അവിടെ വെച്ച് പാടാനും കീബോർഡ് വായിക്കാനും ഒക്കെ ദൈവം കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചു. ഒത്തിരി ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം പറയുവാന്, സ്തോത്രം പ്രസംഗിക്കുവാനൊക്കെ ഒത്തിരി സഭകൾ സ്ഥാപിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. 2014 2013 ആദ്യമായിട്ട് ഞങ്ങളുടെ സ്നാനം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളൊരു സഭയോട് ചേർന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നാട്ടിലെ ചർച്ച് ഓഫ് ഗോഡിലെ മെമ്പറായിരുന്നു. അങ്ങനെ ചർച്ച് ഓഫ് ഗോഡുമായിട്ട്, കാൺപൂരിലെ ചർച്ച് ഓഫ് ഗോഡുമായിട്ട് ബന്ധപ്പെടുവാനും ഞങ്ങളുടെ ബോംബെയിൽ നിന്ന് ഓവർസിയർ ജോസഫ് മാത്യു പാസ്റ്റർ വന്ന് ആദ്യമായിട്ട് ഞങ്ങളുടെ സ്നാനം നടത്തുവാനിടയായി. പിന്നെ ലക്നൗ പട്ടണത്തിൽ ഞങ്ങൾക്ക് ഒരു ആരാധന തുടങ്ങുവാൻ, ഫ്രണ്ട് പ്ലേസിൽ ആരാധന തുടങ്ങുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. നമുക്ക് വളരെ മുന്നോട്ട് ഞാൻ അടുത്ത ഒരു ഫേസിലേക്ക് കടന്നു പോകാനായിട്ട് ചില ഒത്തിരി അനുഭവങ്ങൾ ഇതിന്റെ ഇടയ്ക്കുണ്ട് കേട്ടോ. എന്നാല് ദൈവം അനുവദിക്കുന്നെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് അതുകൂടെ പറയും. 2017 ഞാൻ ഞങ്ങളുടെ ചർച്ചിലെ എല്ലാം ഓൾമോസ്റ്റ് 90% ഹിന്ദിക്കാരായ വിശ്വാസികളാണ്. അവർ കൂടുതലും സ്ലമ്മിൽ നിന്ന് വരുന്നവരാണ്. അങ്ങനെ ഞങ്ങളുടെ വിശ്വാസികളായ ലക്നൗ റെയിൽവേ സ്റ്റേഷൻ, ചാർബാഗ് എന്ന് പറയും, ആ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ഒരു കോളനി ഉണ്ട്. ആ കോളനിയിലെ 3-4 ഫാമിലി ഞങ്ങളുടെ ചർച്ചിലെ മെമ്പേഴ്സാണ്. അപ്പോൾ അവരുടെ അടുത്തേക്ക് ഞാൻ ഒരിക്കൽ കടന്നുപോയി. എന്റെ ബൈബിളൊന്നും ഇല്ലായിരുന്നു അന്ന്. ആന്റി കൺവെൻഷൻ ലോ പാസ്സാക്കിയിട്ടില്ല. 2021 ആന്റി കൺവെൻഷൻ ലോ പാസ്സാക്കുന്നത്. 2017 അങ്ങനെ UP-യിൽ അങ്ങനെ വലിയ പ്രതിസന്ധികളൊന്നും ഇല്ലാത്ത സമയമാണ്. അറസ്റ്റും അങ്ങനെയൊന്നുമില്ല. 2017 ജൂലൈ മാസത്തില് ഞാൻ ആരോ റെയിൽവേ സ്റ്റേഷനിൽ വിടാനായിട്ട് പോയിട്ട്, ഞാൻ ഒരു കാഷ്വൽ വിസിറ്റ് ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ആ സ്ലമ്മിലേക്ക് പോയി. ആ സ്ലം എന്ന് പറഞ്ഞാല് ഒരു വാതിലേ ഉള്ളൂ ഒരു ഫാമിലിക്ക്. ഒരു വാതിലിനകത്ത് ഏകദേശം എനിക്ക് തോന്നുന്നൊരു 8 അടി വീതിയിലാണ് അവരുടെ അവരുടെ വീട്. ആ വീട് ഒരു ഓടയുടെ അഴുക്ക് ചാലിന്റെ സൈഡിലായിട്ടാണ്. അപ്പോൾ ഈ ഒരു മൂന്ന് റൂം അവർ പണിഞ്ഞിട്ടുണ്ട്. അതിന് അണ്ടർഗ്രൗണ്ട് ഉണ്ട്, മുകളിലുണ്ട്. 3 നിലയിലായിട്ടാണ്. പക്ഷെ ഒറ്റ വാതിലുള്ള എല്ലാ ഫാമിലിക്കാർക്കും എല്ലാം അവിടെ താമസിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ 1-2 മുറികൾ, ഓരോരുത്തർക്കും ഓരോ മുറിയാണ്. ഈ മുറി കടന്നു വേണം അവിടെ പോകാൻ. മൂന്നാമത്തെ മുറി ഈ ഓടയുടെ സൈഡിലുള്ള റൂമിലാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പൊ ഞാൻ ഒറ്റ ഒരു തക്കത്ത് ഒരു കട്ടിലിടാനുള്ള സ്ഥലമേ ഉള്ളൂ. പിന്നെ ഒരാൾക്ക് നടന്നു പോകും. അങ്ങനെ അവിടെ താമസിക്കുന്നത്. അപ്പോ ഞാൻ അവിടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസിയുടെ അനിയൻ ഭയങ്കര കള്ളുകുടിയനായ ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കൗൺസിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ചാച്ച, അപ്പൻ്റെ അനിയൻ, അപ്പുറത്ത് തന്നെ താമസിക്കുകയാണ്, അപ്പുറം ഇപ്പുറമായിട്ട്. അദ്ദേഹം അതിലേക്ക് കടന്നുപോയി. ആദ്യം അദ്ദേഹം ഇങ്ങനെ എന്നെ നോക്കുന്നുണ്ട്. ഞാൻ നോക്കി, ഞാൻ നമസ്തയൊക്കെ പറഞ്ഞു. അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 വട്ടം പോയി. ഞാനത് ശ്രദ്ധിച്ചില്ല. ഒത്തിരി പേര് ഇങ്ങനെ പോകുന്നതാണ് അവരുടെ ആൾക്കാർ. 2-3 വട്ടം അദ്ദേഹം പോയതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് അദ്ദേഹം വെളിയിലെ വാതിലടച്ചിട്ട് ധർമ്മപരിവർത്തൻകാരുടെ മതപരിവർത്തനം നടത്തിയാണ് എന്നും പറഞ്ഞ് ഇദ്ദേഹം വിളിച്ചു പോകാൻ തുടങ്ങി. ആക്ച്വലി ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. അപ്പൊ അവിടെ ഒത്തിരി ആൾക്കാരെ തിങ്ങി പാർക്കുന്ന, അല്ലെങ്കിൽ പലയിടത്തുനിന്നും വന്ന ആൾക്കാരാണ്. അപ്പുറത്തെ സൈഡ് റെയിൽവേ സ്റ്റേഷൻ, ഇപ്പുറത്തെ ഒരു ബിസിനസ് ഹബ്ബാണ്. ഇദ്ദേഹം ഭയങ്കര ആൾക്കാരാണ്. ഇദ്ദേഹം വാതിലടച്ചിട്ട് വിളിച്ചു ധർമ്മപരിവർത്തൻ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം എന്റെ മനസ്സിൽ ആൾക്കൂട്ട കൊലപാതകമൊക്കെ കേട്ടിട്ടുണ്ട്. എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നു. കാരണം ഇവരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇവരെന്തും ചെയ്യും. പിന്നീട് എനിവേ അപ്പം ഞാൻ പെട്ടെന്ന് വൈഫിന് ഫോൺ ചെയ്തു. അങ്ങനെ ഇവരും പേടിച്ചു. നമ്മള് ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഈ ആരെങ്കിലും പാസ്റ്റർമാരൊക്കെ ജയിലാകുമ്പോൾ അവരുടെ ഫാമിലികൾ, ഇപ്പൊ ഒത്തിരി മലയാളികളല്ല, ആരാണെങ്കിലും ഹിന്ദിക്കാരാണെങ്കിൽ പോലും ആരെങ്കിലും ജയിലിലായി കഴിയുമ്പോൾ അവരുടെ ഫാമിലികൾ ഒത്തിരി വേദന അനുഭവിക്കും, കുഞ്ഞുങ്ങളൊക്കെ. ഞാൻ വൈഫിനോട് ഫോൺ ചെയ്ത് പുള്ളിക്കാരി പെട്ടെന്ന് പാസ്റ്റർമാരെ എല്ലാം വിളിച്ചു. അപ്പം രക്ഷപ്പെടാൻ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒഴുക്ക് അവിടോട്ട് ചാടിയിട്ട് നമുക്ക് അപ്പുറത്തോട് വേണേ പോകാം. അപ്പൊ ചിലപ്പോൾ കൈകാലോടി താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ അത് റിസ്ക് ആണെന്ന് എനിക്ക് തോന്നി.
പിന്നെ സ്വതന്ത്രം പിന്നെ ഞങ്ങൾ നോർത്ത് ഇന്ത്യ വരുമ്പോൾ ഇങ്ങനൊരു സമർപ്പണത്തോടാ വന്നത്. കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ തന്നതല്ലേ, പിന്നെ കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ റെഡിയായിട്ടാണ് വന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പേടിയില്ല. കർത്താവിന്റെ സന്നിധിയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അകത്തിരിക്കുക. എന്നാലും നമുക്ക് പേടി, മനുഷ്യരല്ലേ, പേടിയുണ്ട് ഇച്ചിരി. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പോലീസ് വന്നു. ഒരു തരത്തിൽ പോലീസ് വരുന്നത് നമുക്കൊരു രക്ഷയാണ്, നമ്മുടെ ജീവന രക്ഷ പോലീസ് വരുന്നതാണ്. കാരണം അറ്റ്ലീസ്റ്റ് ഇവര് ജനങ്ങളുടെ ഇടയിൽ നമ്മളെ രക്ഷിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസാണെങ്കിൽ നമുക്ക് എങ്ങനെയും വക്കീലന്മാരെ പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാം. ഈ ആൾക്കൂട്ടത്തിന്റെ കൈ കിട്ടിയാൽ പിന്നെ രക്ഷയില്ല. അങ്ങനെ പോലീസുകാർ അകത്ത് വന്ന് ഞാൻ അകത്തിരിക്കുക. നമ്മൾ ഈ ഇപ്പം പറയത്തില്ലേ, നമ്മുടെ ടെററിസ്റ്റ്, എന്റെ ദൈവമേ, ടെററിസ്റ്റുകാരെ പോലാണ് ഈ പോലീസുകാരെ നമ്മളെ കാണുന്നത് കേട്ടോ. എന്നെ പിടിച്ചോണ്ട് പോയിട്ട് കയ്യെ പിടിച്ചു, വിലങ്ങ് വെച്ചില്ല, കയ്യെ പിടിച്ചോണ്ട് വെളിയിൽ ഇറങ്ങിയപ്പോൾ ആൾക്കാരെല്ലാം നോക്കുക. കാരണം നമുക്ക് ഇച്ചിരി ഹൈറ്റൊക്കെ, 6 അടി ഹൈറ്റും മണ്ണും ഒക്കെ ഉള്ള ആളാണ്. അങ്ങനെ നമ്മളെ പിടിച്ചു പോലീസ് സ്റ്റേഷനിൽ കയറ്റി. അപ്പൊ ഈ ഇവന്മാർ എന്നെ ഒത്തിരി കളിയാക്കാൻ തുടങ്ങി. നീ വിദേശ ചാരനാണ്, നിനക്ക് എത്ര രൂപ കിട്ടും, നീ എന്തിനാണ് ഇന്ത്യയെ ഒറ്റക്കൊടുക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളും ചീത്തയൊക്കെ വിളിച്ച് നേരെ അവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടെ ദരോഗ എന്ന് പറയും, നമ്മുടെ സബ് ഇൻസ്പെക്ടറുടെ പോസ്റ്റാണ്. ഇദ്ദേഹത്തിന്റെ അടുത്ത് എന്നെ കൊണ്ടുപോയി. അപ്പൊ ഇവര് പറഞ്ഞു ഇതുപോലെ മതപരിവർത്തനത്തെ പിടിച്ച ആളാന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം 2 ചീത്തയൊക്കെ വിളിച്ചത് നമ്മുടെ അപ്പോഴാണ് നമ്മുടെ കേരള പോലീസ് ചീത്തയും വിളിക്കുവാണെങ്കിൽ, പക്ഷെ അത് കുറ്റവാളികളെ മാത്രമേ ചെയ്തുള്ളൂ കേട്ടോ. എനിക്ക് കേരള പോലീസിനെ ഒത്തിരി ആ സമയത്താണ് ബഹുമാനം തോന്നിയത്. അങ്ങനെ എന്നെ പിടിച്ചുകൊണ്ട് പോയി അകത്ത് നമ്മുടെ ഫോണൊക്കെ അവരൊന്ന് മേടിച്ചു. അതിനെ അകത്തുകൊണ്ട് കള്ളന്മാരുടെ കൂടി ഇരുത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി ചൂട് സമയമാണ്, ഭയങ്കരമായിട്ട് ദാഹം, വെള്ളം കുടിക്കാൻ 4 മണിക്കൂറായി, വെള്ളം കുടിക്കാൻ ഭയങ്കര പരവേശം, പിന്നെ ഇവരുടെ ചീത്തവിളി, ഈ കള്ളന്മാരുടെ കൂട്ടിരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള, ഞാൻ കരയാൻ തുടങ്ങി. ഞാനിങ്ങനെ ചിന്തി, കർത്താവേ, ഞാൻ അവിടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിലെ പാസ്പോർട്ട് പുതുക്കാൻ, അതും പോലീസ് സ്റ്റേഷനിലും അകത്ത് കയറേണ്ടി വന്നിട്ടില്ല. അവിടെ പോയി ജസ്റ്റ് പോലീസുകാരെ വീട്ടിൽ വരും, അതിനു വേണ്ടി മാത്രമേ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ ചീത്ത വിളിക്കുന്നത് ഞാനിതുവരെ കേട്ടിട്ടില്ല. പെട്ടെന്ന് ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവം എന്നെ പൗലോസിന്റെ ജീവിതത്തെ തന്നു. ദൈവം ചോദിച്ചു, പൗലോസിനേക്കാളും നീ എത്ര ശ്രേഷ്ഠനാണെന്ന് ചോദിച്ചു. പെട്ടെന്ന് ദൈവം എന്നെ പൗലോസിന്റെ ജീവിതത്തിൽ, പൗലോസിന്റെ മുമ്പിൽ ഞാനൊരു 0 ആണെന്ന് വേണേൽ പറയാം. അല്ലെങ്കിൽ 0.1% പോലും പൗലോസിന്റെ മുമ്പാകെ ഞാൻ ആരാണ്. ദൈവം എന്നെ അവിടെ ഉറപ്പിക്കാനിടയായി. ദൈവം എനിക്ക് കോൺഫിഡൻസ് തന്നു. ഈ പോലീസുകാരെല്ലാം വന്ന് ഒത്തിരി കളിയാക്കി, ഒത്തിരി. ഒരു പോലീസുകാരൻ, അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ കൗൺസിൽ ചെയ്യാൻ പോയതാണ്. അപ്പൊ ഒരു പോലീസുകാരൻ വന്നിട്ട് എന്നോട് പറയാ, അവന്റെ കള്ളുകൂടി ഇപ്പം മാറ്റി കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പരുഷമായ വാക്കുകളും നിന്ദാവാക്കുകളൊക്കെ കേൾക്കേണ്ടി വന്നു. 8:30-9 മണി ആയപ്പോഴത്തേക്കും ലക്നൌവിൽ അന്ന് ആദ്യമായിട്ടാണ് ഒരു പാസ്റ്റർ അറസ്റ്റ് ചെയ്തത്. ഇവിടെയുള്ള എല്ലാ ദൈവദാസന്മാരും 3-4 വണ്ടികളും ഒക്കെ അവിടെ കടന്നു വന്നു. പിന്നെ ഒരു കാര്യം, ഞാൻ വടക്കേന്ത്യയെ വേല ചെയ്യുന്ന ദൈവദാസന്മാരുണ്ടെങ്കിൽ കേൾക്കുകയാണെങ്കിൽ പറയാണ്, നമ്മൾ ജയിലിൽ കിടക്കുന്ന ദൈവദാസന്മാരെയൊക്കെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. അവർക്ക് ഇച്ചിരി ഈ പ്രത്യേകിച്ച് യുപിയിലുള്ള ജയിലിലുള്ള ദേവദാസന്മാരൊക്കെ നരകതുല്യമായ സാഹചര്യത്തിലാണ് താമസിക്കുന്നത്. അവരെയൊക്കെ ഒന്ന് കാണാൻ പോകുമ്പോൾ, ഞാനൊരു 3-4 മണിക്കൂറെ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നുള്ളെങ്കിൽ പോലും ഈ ദൈവദാസന്മാർ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര ധൈര്യമാണ്. ഇവരെനിക്ക് പെട്ടെന്ന് വെള്ളം മേടിച്ചുകൊണ്ട് തന്നു, ചായ കുടിച്ചു തന്നു. ഇവിടെ ഒരു കോൺട്രാക്ടർ, രാജേഷ് എന്ന് പറഞ്ഞൊരു കോൺട്രാക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അത്യാവശ്യം പോലീസുകാരോടൊക്കെ ബന്ധമുള്ള ആളായിരുന്നു. അങ്ങനെ അദ്ദേഹം സ്റ്റേഷനകത്ത് വന്ന് എനിക്ക് ചായയൊക്കെ മേടിച്ചു തരുവാനിടയായി. അങ്ങനെ എന്റെ ഇച്ചിരി ഒന്ന് റിലാക്സ് ആയി. അതിന് 12:30 ആയപ്പോൾ SHO വന്നു. ആ സമയത്ത് ഇവിടെ അസംബ്ലീസ് ഓഫ് ഗോഡ് പാപ്പി മത്തായി പാസ്റ്റർ സഭയിലെ ഒരു IG, അന്ന് ഒരു ക്രിസ്ത്യൻ IG, പെന്തക്കോസ്റ്റൽ IG ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹമൊക്കെ വിളിച്ചു പറയാനിടയായി. അവൻ SHO വന്ന് രാത്രി 12:30 ആയപ്പം അദ്ദേഹം എന്നെ SHOയുടെ ക്യാബിനിൽ വിളിച്ചിട്ട് സംസാരിച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, തോമസ് ടീദർക്ക ലോക് ബുരാഹെ ആപ്ലോക് അച്ചാഹെ എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഒരു മിഷണറി സ്കൂളിലങ്ങാണ്ട് പഠിച്ച ഒരാളാണ്. അങ്ങനെയുള്ള ഒത്തിരി പോലീസ് ഓഫീസേഴ്സ് ഉണ്ട് കേട്ടോ, ഹിന്ദിക്കാരായിട്ടുള്ള, വിദ്യാഭ്യാസവും വിവരമുള്ള നല്ല പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. എനിവേ, അന്ന് രാത്രി 12:30 എന്നെ വിട്ടു, ഞാൻ വീട്ടിൽ വന്നു. പക്ഷെ ഈ ഒരു ഇൻസിഡന്റ് എന്റെ ജീവിതത്തിൽ ഒരു ചെറിയ, നമ്മൾക്കറിയാം, നമ്മൾ ഈ റബ്ബർ മരത്തിൽ നമ്മൾ അതിനെ ഊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് അതിൽ നിന്ന് പാല് വരുന്നത്. റബ്ബർ മരത്തെ നമ്മളിങ്ങനെ പരിപാലിച്ച് ഇങ്ങനെ 5-6 വർഷം ഇങ്ങനെ വളമൊക്കെ കൊടുക്കുമ്പോൾ റബ്ബർ മരം ഇങ്ങനെ വളർന്ന് വളരെ സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് അതിന്റെ ഉടമസ്ഥൻ വന്നിട്ട് അത് കീറുമ്പോൾ ആ റബ്ബറിന് നിശ്ചയമായിട്ടും വേദന ഉണ്ടെങ്കിലും ആ ഒരു കീറലാണ്, അതിനുവേണ്ടിയാണ് ആ റബ്ബർ മരത്തെ വളർത്തുന്നത്. സ്തോത്രം എന്ന് പറഞ്ഞതുപോലെ
എനിക്ക് എന്റെ ജീവിതത്തിൽ ആ ഒരു വൂണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് അതൊരു എന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആവാൻ ഇടയായിട്ട്. അതിനുശേഷം എന്നെ റിലീസ് ചെയ്യാമെന്ന കൂട്ടത്തില് ഒരു 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 അഡ്വക്കേറ്റ്, ക്രിസ്ത്യൻ അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ കടന്നുപോയി. അങ്ങനെ കടന്നുപോയി അദ്ദേഹം മുഖാന്തരം അദ്ദേഹം പഠിച്ചൊരു കോളേജിലെ LLB ചെയ്യാനുമായിട്ട് ദൈവം എനിക്ക് ഈ ഒരു ഇൻസിഡന്റ് എന്റെ മുഖാന്തരം. അങ്ങനെ 2017 മുതൽ ഞാൻ ആ വർഷം തന്നെ ജൂലൈ എന്നെ പോലീസ് പിടിക്കുന്നു. ഓഗസ്റ്റിൽ തന്നെ ഞാൻ LLB ജോയിൻ ചെയ്യാനിടയായി. ദൈവത്തിന്റെ കരുണയാല് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി LLB, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഞാൻ പഠിക്കാൻ അത്യാവശ്യം ചെറുപ്പം മുതലേ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളായതുകൊണ്ട് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി LLB പാസ്സാകാൻ സഹായിച്ചു ദൈവം. LLB പഠിച്ചു. ഫസ്റ്റ് ഇയർ ഒക്കെ ഇച്ചിരി ടഫായിരുന്നു. എന്നാൽ തേർഡ് ഇയർ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് തീർന്നു. പക്ഷേ ദൈവമക്കളെ, ഞാനൊരു കാര്യം നിങ്ങളോട് വിളിച്ചു പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരു ചെങ്കടൽ വരുന്നതും, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വഴികളിൽ എരികോ വരുന്നതും, നമ്മൾ യോർദാന്റെ മുമ്പിൽ ദൈവം കൊണ്ടുവരുന്നതും എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മെ ചിലത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതല്ലെങ്കിൽ നമുക്കറിയാം, ഞാനൊരു പ്രസംഗത്തിലേക്ക് പോകല്ല. പുറപ്പാട് പുസ്തകത്തിൽ വേറെ വഴി ഉണ്ടായിട്ടും ദൈവം അവരെ മരുഭൂമിയിൽ കൂടെ ചുറ്റി നടത്തി. അവരെ ഒന്ന് കോൺഫിഡന്റ് ആക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ 2020 ഇത് പാസ്സായി 2021 ഉത്തർപ്രദേശ് ബാർ കൗൺസിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ഉത്തർപ്രദേശ് സർക്കാർ ആന്റി കൺവെൻഷൻ ലോ കൊണ്ടുവരുന്നത്. സ്തോത്രം. ഞാന് അപ്പോൾ ദൈവത്തെ ഒത്തിരി സ്തുതിച്ചു. കാരണം 2017 എന്നെ പിടിച്ചിട്ടായിരുന്നു ഞാൻ ഒരിക്കലും LLB എന്നുള്ള കാര്യം പോലും നമുക്ക് ചിന്തിക്കാം. നമുക്ക് ബുദ്ധിക്ക് എത്താത്ത മുൻകാര്യങ്ങളിൽ ഇടപെടരുതെന്നല്ലാണല്ലോ വേദോസ്തോളം പഠിപ്പിക്കുന്നത്. അപ്പൊ എന്നെ ആ ഒരു ഗ്രൂപ്പിലൂടെ എന്നെ പോലീസ് പിടിച്ചില്ലായിരുന്നെങ്കിൽ, എന്നെ അവർ ചീത്ത വിളിച്ചില്ലായിരുന്നെങ്കിൽ, എന്നെ കള്ളന്മാരുടെ കൂടി ഇരുത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിന് പോകത്തില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യസ്ത പ്രതിസന്ധി ആയിരിക്കാം. ദൈവം അറിയാതെയല്ല ദൈവജനമേ ആ പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ട് ദൈവം ചില നിങ്ങളെ പഠിപ്പിക്കാൻ, ദൈവം ചില റൂട്ടിലേക്ക് നിങ്ങളെ മാറ്റുവാൻ വേണ്ടിയാണ്. ഇന്ന് ഈ സമയം നിങ്ങൾ അതിൽ ഉറച്ചിരിക്കുക. ദൈവം നമ്മെ വിടിവിക്കുന്ന ദൈവമാണ്. അങ്ങനെ എനിക്ക് ആ സമയത്ത് ഇവിടെ വിശ്വനാഥ് പ്രതാപ് സിംഗ് എന്ന് പറഞ്ഞൊരു ഇവിടുത്തെ ഒരു ഠാക്കൂർ ജാതിയിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം അയോധ്യ നിവാസിയാണ്. അദ്ദേഹം ഇവിടെ ലക്നോ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാണ്. അദ്ദേഹത്തെ ഇവിടെ പരിചയപ്പെടുവാൻ, അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ അഡ്മിഷന് വേണ്ടി ഇവിടെ ഞങ്ങളെ ചർച്ചിൽ വരുവാനിടയായി. അങ്ങനെ ആ ഒരു പരിചയത്തിൽ അദ്ദേഹത്തിന്റെ ക്യാമ്പസിൽ അദ്ദേഹത്തിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് അദ്ദേഹം എന്നെ ക്ഷണിച്ചു. അങ്ങനെ ഞാൻ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് 2022 ആ സമയത്താണ് പാസ്റ്റർ ജോസ് പാപ്പച്ചനും ശ്രീജ സിസ്റ്ററും UP വേലയ്ക്കായിട്ട് ലക്നോയിൽ കടന്നു വരുന്നത്. അങ്ങനെ കടന്നു വന്നപ്പോൾ എന്റെ നമ്പർ ആരോ പ്രാർത്ഥന കൂട്ടായ്മയിൽ നിന്ന് നമ്പർ ലഭിക്കാനും എന്നെ വിളിക്കുവാനിടയായി. അങ്ങനെ അവര് ഞങ്ങളുടെ വീട്ടിൽ കടന്നു വന്നതിന് ശേഷമാണ് അവരെ അക്ബർപൂർ ഡിസ്ട്രിക്റ്റിൽ, ഉത്തർപ്രദേശിലെ അക്ബർപൂർ എന്ന് പറഞ്ഞ അംബേദ്കർ നഗർ ഡിസ്ട്രിക്റ്റിലേക്ക് അവർ കടന്നു പോകാനിടയായി. അങ്ങനെ 3 മാസത്തിന് ശേഷം അവരെ പോലീസ് പിടിച്ചു, അവരെ ജയിലിലാക്കി. ഞാൻ ആദ്യമായിട്ട് ഇടപെടുന്ന കേസ് ആ കേസാണ്. അങ്ങനെ അവരെ അവിടുത്തെ ഡിസ്ട്രിക്റ്റിലെ ജയിലിൽ നിന്ന് അവരുടെ സെഷൻ കോർട്ടിൽ നിന്ന് അവരുടെ കേസ് ബെയിൽ റിജക്റ്റ് ആയതിനു ശേഷം ഹൈക്കോർട്ടിൽ ഞങ്ങൾ അതിന് അപ്ലൈ ചെയ്യാനിടയായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരു ഹിസ്റ്റോറിക്കൽ ഒരു വെർഡിക്റ്റ്, ബൈബിൾ വായിക്കുന്നതോ നല്ല കാര്യങ്ങൾ സ്തോത്രം ചെയ്യുന്നതും മതപരിവർത്തനമല്ല, ആഹാരം കൊടുക്കുന്നത് മതപരിവർത്തനമല്ലെന്നുള്ള ഒരു വിധി ലക്നോ ഹൈക്കോർട്ട് എന്റെ ഒരു ഹിസ്റ്റോറിക്കൽ വെർഡിക്റ്റ്, ഒരു കേസ് ലോ ആയി തീരുവാനായിട്ട് ഇടയായിരുന്നു. അവരുടെ അതാ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 8 മാസം അവർ ജയിലിൽ കിടന്നു. പക്ഷെ 8 മാസം ജയിലിൽ കിടന്നത് കൊണ്ടൊരു ഹിസ്റ്റോറിക്കൽ കേസ് ലോ ആയി. ഇന്നത് ജോസ് പാപ്പച്ചൻ വേഴ്സസ് ഉത്തർപ്രദേശ് എന്നുള്ളത് ഒരു നമ്മുടെ ലോ സ്റ്റുഡൻസിന് ആന്റി കൺവെൻഷൻ ലോ പഠിക്കുന്ന അല്ലെങ്കിൽ ലീഗൽ ഇത് ചെയ്യുന്ന അവരുടെ ക്വസ്റ്റ്യൻ ആൻസറിൽ എഴുതേണ്ട ഒരു നെയിമായി തീർന്നു ജോസ് പാപ്പച്ചന്റെ കേസ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി വരുന്നത് ദൈവം നന്മയ്ക്കായിട്ട് ചെയ്യും. നമുക്ക് മുന്നോട്ട് പോവാം. അങ്ങനെ ആ കേസിലെ അവർ ഞങ്ങളുടെ കൂടെ താമസിപ്പാനും അവരുടെ കേസിൽ ചെയ്യാൻ ആദ്യമായിട്ട് ആ കേസാണ് ഞാൻ കൈകാര്യം ചെയ്തത്. പിന്നീട് സ്തോത്രം വേറെ ഗോരഖ്പൂർ ഡിസ്ട്രിക്റ്റിനടുത്ത് പാസ്റ്റർ ജോസ് പുല്ലുവേലിൽ ഏലാമയാൻഡി അവരെ ഇതുപോലെ പ്രത്യേകിച്ച് നിങ്ങളൊരു കാര്യം ഓർക്കണം, ദൈവം പ്രാർത്ഥിക്കണം. മലയാളികളായിട്ടുള്ള നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെയുള്ള ഗവൺമെന്റും പോലീസുകാരും നമ്മെ പിടിക്കാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മെ കള്ളന്മാരും ഇവിടെയുള്ള ഏത് ഹീനകൃത്യം ചെയ്താലും ഒരു പ്രോബ്ലം ഇല്ല. നമ്മൾ ബൈബിൾ കൊടുക്കുന്നതോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇതുപോലെ കൊല്ല ചെയ്യുന്നത്. അവരെ ഉപദ്രവിച്ചില്ല, പക്ഷെ അവരെ പിടിച്ച്
72 ദിവസത്തോളം കർത്താവ് പ്രായമുള്ള 10-70 വയസ്സുള്ള ഒരു പ്രായമുള്ള മനുഷ്യന് അമ്മാമയും ജയിലിൽ ഇടുവാൻ ഇടയായി തീർന്നു. ആ കേസും ദൈവത്തിന്റെ കരുണയാല് നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ജാമ്യം ലഭിക്കാനിടയായി. ഞാൻ പെർസിക്യൂഷൻ റിലീഫ് പാസ്റ്റർ ഷിബു തോമസിനോട് ചേർന്ന് ഉത്തർപ്രദേശിലെ ചില കേസുകൾ, ഞങ്ങൾക്ക് 6-7 കേസുകൾ ഞങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിനങ്ങളിലെ ഒരു കേസ്, ഇവിടുത്തെ 1-2 അനുഭവങ്ങൾ, വേറെ ദേവദാസന്മാരുടെ അനുഭവങ്ങളാണ്. പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഞാൻ പറയുകയാണ്. 2024 കഴിഞ്ഞ വർഷത്തിലെ ഡിസംബർ മാസം 12-ാം തീയതി ലക്നോയിൽ നിന്നൊരു 100 കിലോമീറ്റർ അപ്പുറം സീതാപൂർ ഡിസ്ട്രിക്ട്, അടുത്ത ഡിസ്ട്രിക്റ്റാണ്. അവിടെയുള്ള ഹിന്ദിക്കാരായിട്ടുള്ള 6 ദേവദാസന്മാര് ഒരു ഭവനത്തിൽ അവരൊരുമിച്ച് പ്രാർത്ഥിക്കുക, അവരുടെ ഒരു ബൈബിൾ ക്ലാസ് പോലെ നടത്തുകയായിരുന്നു. ആ ഭവനത്തിലേക്ക് പോലീസുകാര് കടന്നു വരികയും ഇവരെല്ലാം പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിലിട്ട് ഇവരെ ഒത്തിരി പോലീസ് ഇപ്പം നമ്മ ഒരു കാര്യം, നമ്മളെ പോലീസുകാരെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പോലീസുകാരല്ല നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്തത്. ഈ സുവിശേഷ അവർ പേരുകൾ ഞാൻ സോഷ്യൽ മീഡിയയാണ് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സുവിശേഷ വിരോധികളുടെ ആൾക്കാർ വന്നിട്ട് അവർ വീഡിയോ എടുക്കുന്നു, അവർ കളിയാക്കുന്നു ഇവരുടെ മുമ്പാകെ. നമ്മൾ ചിന്തിക്കും, നമ്മൾ ഇന്ത്യയിലാണോ ഉത്തർപ്രദേശ് എന്ന് ചിന്തിക്കുന്ന രീതിയിൽ ഇവരുടെ രാജ്യത്വമാണ് അതിനകത്ത്. ഇവരങ്ങ് കൂടി ഇങ്ങനെയല്ല കടന്നിന് പോകുന്ന നിൽക്കാണ്. എങ്ങനെയെങ്കിലും പോലീസുകാരെ നമ്മളെ വിടാൻ ഇവരെ സമ്മതിക്കത്തില്ല. അങ്ങനെ സ്തോത്രം അവിടെ ഇവരെ കൊണ്ടുപോയി അവരെ ഈ 6 പേരെ അന്ന് പിറ്റേ ദിവസം മെഡിക്കൽ ചെയ്തിട്ട് സീതാപൂർ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവിടുത്തെ എസ് പി സൂപ്രണ്ട് ഓഫ് പോലീസിന്റെ അവരുടെ കാര്യാലയത്തിൽ കൊണ്ടുപോയിട്ട് ഈ 6 പേരെ മൃഗീയമായി അടിച്ചു. ഇതിനടിച്ചെന്നറിയാം, യേശു ക്രിസ്തുവിനെ ചീത്ത വിളിക്കാൻ പറഞ്ഞു. ഗാലിയിൽ ഇവര് പറഞ്ഞില്ല. ഇങ്ങനെ ആ ദേവദാസന്മാരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ അവർ പറയും, നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. ലാത്തി വെച്ച് ആടിച്ച് പൊട്ടിച്ചു അവരുടെ ചെവിയിൽ നിന്നൊക്കെ നമ്മൾ പറയത്തില്ല, മലയാളത്തിൽ പറയത്തില്ലേ, ചെവിക്കല്ല് പൊട്ടിക്കാറ്. അങ്ങനെ ചെവിക്കല്ല് പൊട്ടി അങ്ങനെ പൊട്ടിയിട്ടാണ് ഇവരെ ജയിലിൽ കൊണ്ടുപോയത്. ജയിലിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് അടിക്കുന്നു. ഒരാഴ്ചയോളം സ്തോത്രം ആമേൻ ഈ ഒരു പരിസ്ഥിതിയിലാണ്. പക്ഷെ അവരൊരു കാര്യം ചെയ്തു. അതിനകത്ത് അശോക് എന്ന് പറഞ്ഞൊരു പാസ്റ്റർ, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇത്രയും ചെവി കേൾക്കാൻ വയ്യ, രക്തം ഒഴുകാണ്, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഉപദ്രവം, അതുകൊണ്ട് പാവങ്ങൾ ആരും ഒന്നും മിണ്ടത്തില്ല. അദ്ദേഹം ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ഇവിടെ ജയിലിൽ വരാൻ എന്തെങ്കിലും ദൈവത്തിന് കാരണം ഉണ്ടാവണം. ഞാൻ പറഞ്ഞു, എന്തായാലും ഞാൻ ജയിലിലല്ലോ, ഞാൻ എല്ലാവരോടും സുവിശേഷം പറയാം. അവിടെയുള്ള ഉന്നത കുലജാതൻ ബ്രാഹ്മണന്മാരെയും അവിടെ പൂജാരിമാരും വരെ കൊണ്ട് ചെയ്യുന്നത്, അവരോടെല്ലാം സുവിശേഷം പറയാനിടയായി തീർന്നു. അവിടെ അവർ ഏകദേശം 1 മാസത്തോളം ജയിലിൽ കിടന്നു. ആ 1 മാസത്തോളം എല്ലാവരോടും സുവിശേഷം പറയാനിടയായി. ഞാൻ പറഞ്ഞതിന്റെ സാരം എന്ന് പറഞ്ഞാല്, ഇവിടെ UP-യിലെ ജയിലില് അവൻ ഇങ്ങനെ ഒരു ദേവദാസൻ പറഞ്ഞു, നരകത്തിൽ നമ്മളാരും പോയിട്ടില്ല, നമ്മൾ നരകത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നരകത്തെക്കാൾ കഷ്ടമാണെന്നാണ് ആമേൻ സ്വതം. അതുകൊണ്ട് പ്രത്യേകിച്ച് UP-യിൽ ജയിലിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജയിലിൽ നാം ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ എങ്ങനെ എത്രത്തോളം, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പാസ്റ്റർ ജോസ് പുല്ലുവേലിൽ സന്ത് കബീർ നഗർ, അവരെ ഒരു വർഷം മുമ്പ് നടന്ന കേസാണ്. അവര് ബെയിൽ ഔട്ട് ആണ്, അവര് റിലീസ് മീൻസ് അവർ ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വർഷം ജനുവരി 23-ാം തീയതി അവർ ഗ്യാങ്സ്റ്ററെ ഗുണ്ടാക്ട് ഇട്ടേക്കാണ്. സാധുവായ മനുഷ്യൻ, നല്ലതുപോലൊന്നും എന്താ പറഞ്ഞ ഒന്നും നടക്കാൻ പോലും കഴിയാത്ത മനുഷ്യനാണ് അദ്ദേഹം. 10 വർഷമായിട്ട് തന്റെ മൂത്ത മകൻ അമേരിക്കയിലാണ്, ഇളയ മകൻ ദുബൈയിലാണ്. അദ്ദേഹത്തിന്റെ വീടും ഒക്കെ വിറ്റിട്ട് അദ്ദേഹം 10 വർഷമായിട്ടും ഉത്തർപ്രദേശിൽ വന്നിട്ട് വലിയൊരു ചർച്ച് പണിഞ്ഞു. ആ ചർച്ചിലൊക്കെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഹൃദയം പൊട്ടും. ഇത്രയും വലിയ 2 നില ബിൽഡിങ്, എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരെ അവർ സ്ഥാനപ്പെടുത്തി അപ്പച്ചനും അമ്മച്ചില്ല. സ്തോത്രം. അങ്ങനെയുള്ള മനുഷ്യനാണ്. അവർക്കെതിരെ ഇപ്പോൾ ഗ്യാങ്സ്റ്റർ ഗുണ്ടാക്ട് ഇട്ടിരിക്കുകയാണ്. സ്തോത്രം. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിങ്ങനെ അറിഞ്ഞിരിക്കുന്നത്, സൗത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരെ എത്രയും പെട്ടെന്ന് ഭീതിപ്പെടുത്തി UP-യിൽ നിന്ന് ഓടിക്കുക. കാരണം സൗത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ആൾക്കാരാണ് വന്നിട്ട് ഇവിടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, കൺവേർഷൻ ചെയ്യുന്നതെന്നുള്ള ഒരു സ്തുതി ഇവിടെ സർക്കാർ ഉന്നത തലങ്ങളിലുണ്ട്. അതുകൊണ്ട് ദൈവമക്കൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇവിടെ നിൽക്കുന്നവരായ ദൈവദാസന്മാരെ ദൈവം ശക്തിപ്പെടുത്തണം. പ്രത്യേകിച്ച് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദൈവം മലയാളികൾ ഒത്തിരി കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. നേതൃത്വ പാഠകം കൊടുത്തിട്ടുണ്ട്. മണി അല്ലെ, ഞാനെപ്പോഴും ഓർക്കാറുണ്ട്, നമ്മുടെ ഫോർ ഫാദേഴ്സിനെ അല്ലെ, നമ്മള് എനിക്കൊന്ന് 80s-70s നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നേഴ്സായിട്ടൊക്കെ അമേരിക്കയിലും ഗൾഫിലും സ്തോത്രം ഒക്കെ പല സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുന്നത്.
പ്രത്യേകിച്ച് വിദേശ നാടുകളിലുള്ളവര് എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു വേദന ഉണ്ടാകണമേ. സ്വതന്ത്രം നമ്മള് 200 വർഷങ്ങള് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉത്തർപ്രദേശ് വന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും വലിയ പ്രസംഗിക്കാനൊന്നുമല്ല, ഒന്ന് കാണണം കേട്ടോ. ഒന്ന് വന്ന് ഗ്രാമത്തിലൊന്ന് നോക്കണം. അവിടെ വരുമ്പോൾ ഹൃദയംഗമായിട്ട് വന്നവർ കരയും. ഞാൻ കരഞ്ഞു ആദ്യത്തെ. കാരണം ഇവരെ പോലെയുള്ള മനുഷ്യർ സ്വതന്ത്രം ആ കുഞ്ഞുങ്ങളെയൊക്കെ, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ സോക്സും നമ്മൾ ഷൂവും തുണിയൊക്കെ ഇട്ട് അവിടെ ചെല്ലുമ്പോൾ ഒന്നുമില്ലാതെ തുണിയില്ലാതെ തണുപ്പത്ത് ഡിസംബർ നടക്കുമ്പോൾ ഞാനിങ്ങനെ കർത്താവെ, കേരളക്കാരെ ദൈവം എത്ര അനുഗ്രഹിച്ചു. ഗോഡ്സ് ഓൺ കൺട്രി ആണല്ലോ കർത്താവെ. സ്തോത്രം. ഒരു കാര്യം മറക്കരുത്, ഞാൻ മുമ്പേ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ 200 വർഷങ്ങൾക്ക് മുമ്പ് മിഷണറിമാരെ നമ്മുടെ കേരളത്തിൽ അയച്ചു. മറയ്ക്കാൻ നമ്മുടെ കേരള ഹിസ്റ്ററി എത്ര പേർ വായിച്ചിട്ടുണ്ട്? മറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ, സ്തോത്രം, വിദ്യാഭ്യാസമില്ലാതെ സ്തോത്രം, അടിമ വ്യവസ്ഥയിൽ കിടന്ന ജനത്തെ നമുക്ക് വിദ്യാഭ്യാസം, പള്ളിക്കൂടങ്ങൾ. എന്താണ് പള്ളിക്കൂടങ്ങൾ? നമുക്ക് എല്ലാവർക്കും അറിയാം. പള്ളിയുടെ കൂടെ അങ്ങനെ നമ്മുടെ പിതാക്കന്മാരെ ട്രെയിൻ ചെയ്തു. നമ്മളെ നേഴ്സുമാരും ഡോക്ടേഴ്സും ആക്കി, നമ്മളെ വിദേശ നാടുകളിലാക്കി. എസ്തേറിനെ രാജ പദവിയിൽ കൊണ്ടുവന്നതിന് ഉദ്ദേശം എന്താ? യഹൂദ ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, യഹൂദ ജനത്തിനെ സഹായിക്കാൻ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കരത്തിലെ ദൈവം നന്മകൾ തന്നത്, നിങ്ങൾക്ക് കഴിവുകൾ തന്നത്, നിങ്ങൾക്ക് പ്രസംഗിക്കാനുള്ള കഴിവായിരിക്കാം, നിങ്ങൾക്ക് പാടുവാനുള്ള കഴിവായിരിക്കാം, നിങ്ങൾക്ക് സഹായിക്കുവാനുള്ള, അല്ലെ, നമ്മുടെ നമ്മൾ വായിക്കുന്ന സഹായിപ്പാനുള്ള വരം, അതൊക്കെ ദൈവം നിങ്ങൾക്ക് തന്നത് കർത്താവിന്റെ ജനത്തിന് വേണ്ടിയാണെന്ന കാര്യം മറക്കരുത്. സ്തോത്രം. ഞാന് ദേവദാസന്മാരോട്, ദൈവജനത്തോടൊക്കെ അങ്ങനെ സമയത്ത് ഇവിടെ നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉത്തർപ്രദേശ് 75 ജില്ലകളാൽ നിറയപ്പെട്ട ഒരു വലിയ ദേശമാണ്. സ്തോത്രം. ഇതൊരു രാജ്യമാക്കുവാണെങ്കിൽ ജനസംഖ്യയുടെ സ്ഥാനത്ത് ഏകദേശം 4-ാം സ്തോത്രം ഉത്തർപ്രദേശ് ഒരു രാജ്യമാക്കുവാണെങ്കിൽ ജനസംഖ്യയുടെ സ്തോത്രം തോതിൽ 4-ാമത്തെ രാജ്യമായിട്ട് തീരേണ്ട ഒരു രാജ്യമാണ്. വിസ്തൃതിയാണെങ്കിലും കേരളത്തെക്കാൾ 5 ഇരട്ടി വലിപ്പമുണ്ട്. സ്തോത്രം. പല ഡിസ്ട്രിക്റ്റുകളിലും പല പട്ടണങ്ങളിലും ഇന്നും പ്രവർത്തനങ്ങളില്ല. നിങ്ങൾക്കറിയാമോ, ഈ ന്യൂസുകളും ഇങ്ങനെയുള്ളതും കാരണം ഒത്തിരി ദേവദാസന്മാർ, സൗത്ത് ഇന്ത്യയിലുള്ള ഒത്തിരി ദേവദാസന്മാർ ഇവിടെ വിട്ടുപൊക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പ്രതിസന്ധിയുടെ മധ്യത്തിലും ഒത്തിരി ദേവദാസന്മാരുണ്ട് ഇവിടെ. പ്രവർത്തിക്കാനുള്ള ദേവദാസന്മാരുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, സ്തോത്രം, ആരെങ്കിലും ഉത്തർപ്രദേശ് വരാനായിട്ട് ഒരിക്കലും നിങ്ങൾ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാക്കുള്ളൂ. മിഷൻ ലീഡേഴ്സിനോട് ഞാൻ പറയട്ടെ, ഹാലലുയ, ആമീൻ. പഴയ നിയമത്തിലെ യോശുവയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, യോശുവയുടെ നേതൃത്വത്തിൽ ഓരോ യുദ്ധങ്ങൾ കഴിയുമ്പോൾ ആ യുദ്ധത്തിന് അവസാനം, ആ ചാപ്റ്ററിന്റെ അവസാനം യഹോവയായിരുന്നു അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ഈ പ്രതിസന്ധികളുടെ നടുവിലും ദൈവ പ്രവർത്തികൾ കാണുവാനായിട്ട് ഞങ്ങളുടെ സഭയിൽ കഴിഞ്ഞ ദിവസം 2 ദിവസത്തെ കൺവെൻഷൻ ഇവിടെ നടക്കുവാനിടയായി തീർന്നു. 2 പേര് സ്നാനപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. വലിയ ഈ പ്രതിസന്ധികളുടെ സമയത്തും വലിയ റിവൈവൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബുദ്ധിപരമായിട്ടാണ് ഞങ്ങളുടെ സ്ഥലം ഒരു റെന്റഡ് സ്ഥലത്താണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി ഒരു കോഷ്യസ് ആയിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തനം. കാരണം നമ്മളോട് ഇവിടുത്തെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്കറിയാം, JCB ബുൾഡോസർ ബാബ എന്നാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ പറഞ്ഞത്. ബുൾഡോസർ കൊണ്ടുവന്ന് ഇപ്പം സുപ്രീം കോടതി അതിന് ചെറിയ ഒരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവർ വന്നിട്ട് അങ്ങ് തട്ടിപ്പൊളിക്കുവാണ്. ജോൺപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏകദേശം 5000 പേര് കൂടുന്ന ഒരു സഭയുണ്ടായിരുന്നു. ആ സഭയിൽ ഒരു യാദവ് നടത്തിക്കൊണ്ടിരുന്ന സഭയാണ്. കഴിഞ്ഞ വർഷം ഇതുപോലെ ഇവര് ചെറിയൊരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കേണ്ടത് വലിയ പ്രശ്നമാക്കി തീർന്നു. അവിടെ അതിനകത്ത് ആ ഭൂമിക്കകത്ത് എന്തൊക്കെയോ പേപ്പേഴ്സിന്റെ കുറവുകളുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ലഹള പോലെ ഉണ്ടാക്കി വരും. എന്നിട്ട് ഈ പാസ്റ്ററുടെ മോനെ, അവിടെയുള്ള വിശ്വാസികളെ എല്ലാം പിടിച്ചിട്ട് അത് എന്ന് പറഞ്ഞാൽ ഉള്ള വകുപ്പുകളെല്ലാം അങ്ങ് ഇട്ട് ഏതെങ്കിലും ഒരു വർഷത്തിന് ശേഷം അവർ പുറത്തിറക്കി. അതോടൊപ്പം തന്നെ ചർച്ച അവർ ബുൾഡോസർ വെച്ച് ഇടിച്ചു കളഞ്ഞു. അങ്ങനെ വളരെ കിരാതമാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മള് ഇന്ത്യയിലാണോ ജീവിക്കുന്നതെന്ന് പോലും തോന്നത്തക്ക രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പല സ്ഥലങ്ങളിലേക്ക് ഞങ്ങളുടെ മിഷണറിമാർ പ്രവർത്തിക്കുന്നു. ഇനിയും പുതിയ സ്ഥലങ്ങളിലേക്ക് മിഷണറിമാരെ അയക്കുവാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ജയിൽ മിനിസ്ട്രി, പ്രത്യേകിച്ച് ജയിൽ മിനിസ്ട്രി ചെയ്യുമ്പോൾ, ഇവരുടെ കേസുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി എക്സ്പെൻസസുകൾ വരുന്നുണ്ട്. കാരണം നമുക്ക് ഈ പ്രത്യേകിച്ച് ഒരു ഉദാഹരണം, ഒരു കാര്യം പറയാം, ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഡിഫിക്കൽറ്റി ഞാൻ പറയാം. ഒരു പാസ്റ്റർ നമ്മൾ ജയിലിലായി, അവരെ ബെയിൽ എടുത്തു. ഇപ്പൊ ഞങ്ങൾ അഭിമുഖീകരിച്ചു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതോടൊപ്പം അദ്ദേഹത്തിന് ബെയിൽ അടക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ജാമ്യക്കാരെ കിട്ടുന്നില്ല.
മലയാളികളായിട്ടുള്ള ആൾക്കാരെ, പ്രത്യേകിച്ച് ജോസ് പാപ്പച്ചൻ മാസ്റ്ററുടെ കേസിലെ ഞങ്ങൾക്ക് ആദ്യമായിട്ട് അദ്ദേഹത്തെ സെഷൻ കോർട്ടിൽ നിന്ന് ജാമ്യം ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ജാമ്യത്തിന് വേണ്ടി ഞങ്ങൾ 4 പേരെ അവിടെ നിന്ന് കണ്ടുപിടിച്ച് അവിടുത്തെ വിശ്വാസികളെ കണ്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് ജാമ്യം എല്ലാം കോടതിയിൽ ഓക്കെ ആയിട്ട് വന്ന സമയത്ത് ഈ പോലീസുകാര് ഈ ജാമ്യക്കാരെ അറസ്റ്റ് ചെയ്യാനിടയായിരുന്നു. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് എനിക്കത്ര. ജാമ്യക്കാരുടെ വീടുകളിലേക്ക് രാത്രിയിൽ ഒരു ദിവസം വിശ്വാസികളായിരുന്നു നമ്മളെല്ലാം ജാമ്യക്കാര്. ആ ഒരു വിശ്വാസിയുടെ ഗ്രാമത്തിൽ ഈ രാത്രി 1 മണിക്ക് പോലീസുകാർ റെയ്ഡ് ചെയ്തിട്ട് ഈ ആരെയും അവിടുത്തെ ആണുങ്ങൾ, അപ്പനും മകനുമാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ മകനൊരു പാസ്റ്ററാണ്. ഈ അപ്പനെയും മകനെയും അവർ ഓടി രാത്രി 1 മണിക്ക്. ജാമ്യക്കാരെ കുറ്റം ചെയ്തിട്ടല്ല. എന്നിട്ട് അവരുടെ പെണ്ണുങ്ങൾ മാത്രമുള്ള ആ വീട്ടിൽ പോലീസുകാർ കയറിയിട്ട് അവരുടെ 10,000 രൂപ ബാങ്ക് ബുക്കിനകത്ത് അവരുടെ മോടെ പ്രസവത്തിന് വേണ്ടി വെച്ച് 10,000 റുപ്പീസ് എടുത്തുള്ളൂ. നമുക്കിതൊന്നും കംപ്ലൈന്റ്, ആരോട് കംപ്ലൈന്റ് ചെയ്യണം? ഞങ്ങൾ ലക്നൌവിലാണ് ഇരിക്കുന്നത്, ഞാൻ അഡ്വക്കേറ്റാണ്. പക്ഷെ ഇവിടെ നിന്ന് 200 കിലോമീറ്റർ അപ്പുറത്തെ കാര്യമാണ്. ഇവിടുത്തെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഈ താണ ജാതിക്കാരാണ്. ഇവർക്ക് പേടിയാണ്, അവർക്ക് എതിർക്കുവാനായിട്ടുള്ള പേടി. അങ്ങനെ ആ ജാമ്യക്കാർ 4 പേരെയും മാറി. പിന്നീട് ഞങ്ങൾക്ക് 4 ജാമ്യക്കാരെ ഹയർ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഹയർ ചെയ്ത് ഒരാൾക്ക് 25,000 വെച്ച് ഞങ്ങൾക്ക് എക്സ്ട്രാ. പോലീസുകാർക്കൊക്കെ കൈക്കൂലി, നമ്മൾ ദൈവമക്കളാണ്, നമ്മൾ കൈക്കൂലി കൊടുക്കാൻ പാടില്ലെന്നൊക്കെ പറയും. പക്ഷേ ഇറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ അനാവശ്യമായ ഒത്തിരി ചെലവുകൾ പല കേസുകളിലും വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. പാസ്റ്റേഴ്സിനോട്, പ്രത്യേകിച്ച് ഉത്തരഭാരതത്തിലുള്ള പാസ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ദൈവം നമ്മോട് കൂടെയുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 31 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ദൈവം നമ്മൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ദൈവമാണ് നമ്മെ വേലയ്ക്ക് വേണ്ടി വിട്ടത്. ദൈവമാണ് നമ്മെ, സ്തോത്രം, എനിക്ക് വേണ്ടി പോകുമെന്ന് ചോദിച്ചപ്പോൾ അടിയനെ അയക്കണമെന്ന് പറഞ്ഞ് നമ്മളൊക്കെ ഇത്ര ഭാരം വന്നിരിക്കുന്നു. സ്തോത്രം, നമുക്കൊരു ജീവനേ ഉള്ളൂ. നമ്മുടെ മരണം, സ്തോത്രം, ദൈവം അറിയാതെയല്ല. കർത്താവിന്റെ വചനത്തിൽ നമ്മുടെ മുടികൾ എണ്ണി തിട്ടപ്പെടുത്തിയത് ആണ്. നമ്മുടെ മുടികൾ പൊഴിയുന്നത് നമ്മുടെ ദൈവം അറിയുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവൻ കർത്താവിന് അറിയത്തില്ലേ? ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ചിന്തിക്കാവുന്ന ഒരു കാര്യം, പ്രഷറും ഷുഗറും, എനിക്ക് ഷുഗറുണ്ട്. പ്രഷറും ഷുഗറും വന്ന് മരിക്കുന്നതിനേക്കാൾ നല്ലത് കർത്താവിന് വേണ്ടി മരിക്കുന്നതാണ്. അങ്ങനെ ഞാൻ നിങ്ങളെ പേടിപ്പിക്കാനായിട്ട് പറയല്ല. കർത്താവ് അറിയാൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഉപസംഹരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അത് പണ്ടേ ദൈവം നമുക്ക് വേണ്ടി മുന്നൊരുക്കിയിട്ടുണ്ട്. നമുക്ക് നിശ്ചയമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ, ഈ സാക്ഷ്യങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതുവരെ ശ്രമിച്ച എല്ലാ ദൈവദാസന്മാരോടും ദൈവജനത്തോടും എല്ലാ പ്രേക്ഷകരോടും നന്ദി. ഉത്തരപ്രദേശിന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഞങ്ങളുടെ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുക. ജയിൽ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പെർസിക്യൂഷൻ റിലീഫിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവശക്തമായിട്ട് ഞങ്ങളെ ദൈവത്തിന്റെ സമയത്തോളം, ഞങ്ങളുടെ ആയുസോളം ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. ആരോഗ്യ ടിവിയിലുള്ള എല്ലാ സ്നേഹം നിറഞ്ഞ, വാത്സല്യം നിറഞ്ഞ പ്രേക്ഷകർക്കായി സ്തോത്രം. എല്ലാ കേൾവിക്കാരെയും അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ദൈവം കർത്താവിനെയെല്ലാം ബലപ്പെടുത്തണമേ. ഈ സാക്ഷ്യത്തിൽ പറഞ്ഞ ഏതെങ്കിലും വാക്കുകൾ ആരെങ്കിലും കർത്താവെ ബലപ്പെടുത്തിയെങ്കിൽ ഗിരിയോട് പറഞ്ഞ ഈ ബലത്തോട് പോകാൻ കർത്താവെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ചാനൽ ജോൺ പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നതുമായിട്ടും കർത്താവെ വരും ദിനങ്ങളിൽ അനേകരെ കർത്താവെ ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് ദൈവത്തെ ബലപ്പെടുത്തുവാൻ നിങ്ങളുടെ ദാസനെയും ഈ ടീമിനെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ആമേൻ. താങ്ക് യു കർത്താവദാസൻ പാസ്റ്റർ സാബു തോമസ്. വളരെ അനുഗ്രഹീതമായ, ഹൃദയസ്പർശിയായ ദൈവീയ ഇടപെടലുകളെക്കുറിച്ചും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോട് കുടുംബാംഗങ്ങളായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യാരോഗ്യം ദീർഘായുസ്സും തരട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷി വഹിക്കുവാൻ, മാത്രമല്ല കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ശ്രേഷ്ഠമേറിയ ശുശ്രൂഷകൾ ഉത്തരഭാരതത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. അത് തുടർച്ചയായി ചെയ്യുവാൻ കർത്താവ് പിന്നെയും ഏറെ അവസരങ്ങൾ ഒരുക്കട്ടെ. അതിനുള്ള ബലവും സാഹചര്യങ്ങളും കർത്താവ് ഒരുക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരെ, തീർച്ചയായിട്ടും ഈ സാക്ഷ്യം അനേക പ്രിയപ്പെട്ടവർക്ക് പ്രചോദനമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ദൈവദാസന് ഒരു നാമധേയ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു എങ്കിലും യേശുവിനെ താൻ അറിഞ്ഞപ്പോൾ കർത്താവിൻ്റെ സാക്ഷിയായി തീരുവാൻ വേണ്ടി മറ്റുള്ളവരുടെ ആരുടെയും അനുവാദം കൂടാതെ
ആ വിളിച്ച അല്ലെ അറിഞ്ഞ സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ താൻ തീരുമാനമെടുക്കുകയും അതിനുവേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ചപ്പോൾ കർത്താവ് തന്നെ ഉപയോഗിപ്പാൻ ഇടയായി തീർന്നു. ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസവും ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടുകളും ഉണ്ടായിരുന്നിട്ടും അതിനേക്കാൾ ഉപരിയായി ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഏറ്റവും ശ്രേഷ്ഠമായി എണ്ണി ഉത്തർഭാരതത്തിലേക്ക് കടന്നുപോയ ആ സാക്ഷ്യമൊക്കെ നമ്മൾ കേൾക്കുവാൻ കഴിഞ്ഞല്ലോ. മാത്രമല്ല, സുവിശേഷ പ്രവർത്തനത്തിന് ഏറെ തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശിലും ബീഹാറിലും മറ്റിതര സംസ്ഥാനങ്ങളിലും ഇന്നിൻ്റെ ആവശ്യമാണ് അവർക്ക് അവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക്, ദൈവദാസന്മാർക്ക്, ദൈവസഭകൾക്ക് ഇന്ന് മധ്യസ്ഥം വഹിക്കുവാൻ, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിരിക്കുന്ന ബെയിലോ അവർക്ക് ആവശ്യമായിരിക്കുന്ന മറ്റ് നടപടിക്രമങ്ങളോ ഒന്നും ചെയ്തു കൊടുക്കുവാൻ ആരും ഒരുപക്ഷെങ്കിൽ അവരോട് സഹായിപ്പാൻ മുന്നിട്ട് ഇറങ്ങി വരാതിരിക്കുമ്പോൾ ദൈവം അതിൻ്റെ നടുവിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരുവനെ എഴുന്നേൽപ്പിച്ചു എന്ന് വേണം ഈ സാക്ഷ്യത്തിലൂടെ കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കർത്താവിൻ്റെ ദാസന് അവിടെ ചെന്നതിന് ശേഷം അവിടെയുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം LLB പഠിക്കുവാൻ, തുടർന്നുള്ളതായ മാസ്റ്റേഴ്സൊക്കെ എടുക്കുവാൻ, അതുപോലെ ഇന്ന് അനേക ദൈവദാസന്മാർക്ക്, അവിടെയുള്ള ദൈവസഭകൾക്ക് ഈ കർത്താവിൻ്റെ ദാസൻ കുടുംബം ഒരാശ്വാസമായി, അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ദൈവരാജ്യത്തിന് ഏറെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഉൾപ്പെട്ടു നിൽക്കുന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുവാനൊക്കെ അവിടെയുള്ളതായ പല ചുമതലകളും വഹിപ്പാൻ കർത്താവ് ദൈവദാസനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുവാൻ ഈ ദൈവദാസനെയും കുടുംബത്തെ ദൈവമാക്കി വെച്ചല്ലോ. ഈ കുടുംബത്തെ, അവിടെയുള്ള പ്രവർത്തനങ്ങളെ, ദേശത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ സാക്ഷ്യം പരമാവധി ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കൂ. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നമ്മൾ ഓൺലൈനിലൂടെ പ്രാർത്ഥന നടത്തുന്നു. നിങ്ങൾക്കും അതിൽ പങ്കെടുക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com